കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ തൊഴിലാളി സംഘടനകൾ നടത്തിയ പണിമുടക്ക് പൂർണ്ണം. രാജ്യത്തെ 15 കോടി തൊഴിലാളികൾ സമരത്തിൽ പങ്കെടുത്തു. ഗതാഗത, തുറമുഖ, ബാങ്കിംഗ്, ഇൻഷുറൻസ് മേഖലകൾ സ്തംഭിച്ചു. പശ്ചിമബംഗാളിൽ പണിമുടക്കിൽ പങ്കെടുത്ത സമരക്കാർക്ക് നേരെ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ ആക്രമണം നടത്തി. പണിമുടക്ക് കേരളത്തിൽ പൂർണ്ണമായിരുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സമരത്തിന്റെ ഭാഗമായി തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനങ്ങളും നടന്നു. ഈ വിഷയമാണ് ന്യൂസ് ആൻഡ് ന്യൂസിൽ പരിശോധിക്കുന്നത്. നമ്മോടൊപ്പം ആനിരാജ, CPI നേതാവ്, ഒപ്പം തന്നെ INTUC സംസ്ഥാന അധ്യക്ഷൻ ചന്ദ്രശേഖരൻ, ഒപ്പം തന്നെ വിജയകുമാർ, KK വിജയകുമാർ, BMS വൈസ് പ്രസിഡന്റ്, ജോർജ് കുര്യൻ BJP നേതാവ്, ഫക്രുദ്ദീൻ അലി രാഷ്ട്രീയ നിരീക്ഷകൻ, ഒപ്പം തന്നെ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് അധ്യക്ഷൻ ധർമ്മൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ആദ്യം ആനിരാജയിലേക്ക്. ആനിരാജ, ഒരുപക്ഷെ അടുത്ത കാലത്തൊന്നും കാണാത്ത രീതിയിലുള്ള ഒരു വലിയൊരു കൂട്ടായ്മ, അതിന്റെ ഒരു വിജയം എന്നൊരു പക്ഷേ അവകാശപ്പെടാവുന്ന ഒരു ഘട്ടത്തിലേക്ക് തന്നെ എത്തിയിരിക്കുന്നു. 91-ന് ശേഷമുള്ള സമരങ്ങളൊക്കെ തന്നെ പരിശോധിച്ചാൽ സംയുക്തമായ ഒരു കൂട്ടായ്മയുടെ വലിയ വിജയം അവകാശപ്പെടാവുന്ന നിമിഷങ്ങളാണോ ഇന്ന് കടന്നുപോയത്? എത്രത്തോളം കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ ഉയർത്തിയ പ്രതിഷേധാഗ്നി വിജയത്തിലേക്ക് എത്തിക്കാൻ ഈ നിമിഷം വരെ കഴിഞ്ഞു? അന്തിമ വിജയം അല്ലെങ്കിൽ കൂടി തീർച്ചയായും ഏറ്റവും ആദ്യം ഇന്നത്തെ പണിമുടക്കിൽ പങ്കെടുത്ത മുഴുവൻ തൊഴിലാളികളെയും അവരെ അനുകൂലിച്ച മുഴുവൻ പൊതുജനങ്ങളെയും CPIക്ക് വേണ്ടി, ദേശീയ മഹിളാ ഫെഡറേഷന് വേണ്ടി ഞാൻ അഭിവാദ്യങ്ങൾ നേരുകയാണ് അവർക്ക്. കാരണം പല വിധത്തിലും ഗവൺമെന്റ് ശ്രമിച്ചുവെങ്കിൽ, ഇന്നത്തെ പൊതുപണിമുടക്ക് പരാജയപ്പെടുത്തുന്നതിന് പല വിധത്തിലും ശ്രമിച്ചുവെങ്കിലും അതിനെയൊക്കെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇന്ന് രാജ്യത്തിന്റെ മുഴുവൻ സംസ്ഥാനങ്ങളിലും വലിയൊരു പ്രതിഫലനം ഉളവാക്കാൻ സാധിച്ച ഒരു പണിമുടക്കായിരുന്നു ഇന്നത്തേത്. വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട്, ജനകീയ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, വെറും തൊഴിലാളികളുടെ സാമ്പത്തിക വിഷയങ്ങൾ മാത്രമല്ല, സാധാരണക്കാരന്റെ കൂടി വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംയുക്ത ട്രേഡ് യൂണിയനുകൾ ആ വിഷയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഇന്നത്തെ പൊതുപണിമുടക്കിലൂടെ സാധിച്ചു. ആ വിധത്തിൽ പരിശോധിച്ചാൽ തീർച്ചയായും ഇന്നത്തെ പണിമുടക്ക് ഒരു വൻ വിജയമാണ് എന്ന് അവകാശപ്പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ശ്രീമതി ആനിരാജ, ഇവിടെ ഒരുപക്ഷെ തുടക്കത്തിൽ തന്നെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ പല വിധത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഈ ഒരു സമരത്തെ തകർക്കാൻ ഉണ്ടായി എന്ന് പറയുമ്പോൾ അവിടെ BMSന്റെ നിലപാട് കൂടി ചേർത്ത് വായിച്ചാണോ ഇങ്ങനെ ഒരു അഭിപ്രായം പറയുന്നത്? ഇതിൽ വലിയ ആശ്ചര്യജനകമായ ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ 12 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് 10 കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ ഈ ഇന്നത്തെ പണിമുടക്ക് നടത്തിയത്. അതേ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ കേന്ദ്ര ട്രേഡ് യൂണിയനുകളോടൊപ്പം നിന്ന മറ്റൊരു ട്രേഡ് യൂണിയൻ ആയിരുന്നു BMS എന്നുള്ളത്. ഇതിനുവേണ്ടി ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇതിനു മുമ്പും ഒരുമിച്ച് നിന്ന് സമരം ചെയ്തിട്ടുള്ള തൊഴിലാളി സംഘടനയായിരുന്നു അത്. എന്നാൽ ഇതൊരു വൻ വിജയമായി മാറുന്നു, ജനങ്ങൾ ഈ സമരത്തോടൊപ്പം എന്ന് മനസ്സിലാക്കിയ മോഡി ഗവൺമെന്റ് വളരെ തന്ത്രപൂർവ്വം ആ ഒരു ട്രേഡ് യൂണിയനെ ഈ സമരത്തിൽ നിന്നും പിന്മാറ്റുന്നതിൽ ആ കാര്യത്തിൽ അവർ വിജയിച്ചു. ഞാൻ അത് മാത്രമല്ല പറയുന്നത്, ആ ഒരു ട്രേഡ് യൂണിയൻ മാറി നിൽക്കുന്നു എന്നുള്ളത് ഇതിലൊരു രാഷ്ട്രീയം കളിച്ചതിന്റെ ഫലമായാണ് തീർച്ചയായും ശ്രീമതി ആനിരാജ വരാൻ മടങ്ങിയെത്താം. ഇപ്പോൾ ചന്ദ്രശേഖരൻ, INTUC സംസ്ഥാന അധ്യക്ഷൻ കൂടി, അദ്ദേഹം ബാംഗ്ലൂരിൽ നിന്നും നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ചന്ദ്രശേഖരൻ, എത്രത്തോളം ഒരുപക്ഷെ ഇന്നത്തെ നിങ്ങൾ നടത്തിയ ചർച്ചകളുടെയും കൂട്ടായ്മയുടെയും വിജയത്തിലേക്ക് പ്രതിഷേധത്തെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലാതെ ഇന്ന് വരെ കണ്ടിട്ടുള്ള പണിമുടക്കുകളിൽ ഏറ്റവും വലിയ പണിമുടക്കാണ്. ഡൽഹി അടക്കമുള്ള വലിയ പട്ടണങ്ങളിൽ തന്നെ ഈ പണിമുടക്ക് ശക്തമായി ജനജീവിതത്തെ സ്തംഭിക്കുന്ന സാഹചര്യമുണ്ടായി. ഓട്ടോറിക്ഷ തൊഴിലാളികൾ അടക്കമുള്ളവർ ഈ പണിമുടക്കിൽ അപ്രതീക്ഷിതമായി തന്നെ പങ്കെടുത്തു എന്ന് പറയാം. അപ്പൊ സമസ്ത മേഖലകളെയും സ്തംഭിപ്പിക്കുന്ന, ചലിപ്പിക്കുന്ന ഒരു പണിമുടക്കായി ഈ ഒരു പണിമുടക്ക് മാറി എന്നുള്ളത് തീർച്ചയായിട്ടും ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളുടെ വൻപിച്ച വിജയമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ചന്ദ്രശേഖരൻ, ഒരു വളരെ അല്പം വിയോജിപ്പോടുകൂടി ഒന്ന് ഇടപെടുകയാണ്. കാരണം സംസ്ഥാനം, ഒരുപക്ഷെ കേരളത്തിലെ നമ്മുടെ സാഹചര്യങ്ങൾ അറിയാം. കേരളത്തിലെ തൊഴിലാളി ചൂഷണങ്ങൾക്ക് ഒരുപക്ഷെ നയങ്ങൾ നടപ്പാക്കിയാൽ, ബില്ലുകൾ നടപ്പാക്കിയാൽ നാളെ സംഭവിക്കാൻ പോകുന്ന പരിണിത ഫലങ്ങളിൽ ആശങ്ക ഉളവായതുകൊണ്ടാണ് ഒരുപക്ഷെ INTUC അടക്കം ഈ ഒരു സമരത്തിന്റെ ഭാഗമാക്കാകുന്നത്. കേരളത്തിൽ അത്രത്തോളം വിജയത്തിലേക്ക് എത്തിക്കുമ്പോഴും ഡയസ്നോടക്കം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചുകൊണ്ട് തൊഴിലാളികളെ വലിയ തോതിൽ അവരെ നിർബന്ധിക്കുന്നു തൊഴിലിലേക്ക് ഏർപ്പെടുക. വലിയ തോതിലുള്ള ഒരു സമരം വരുമ്പോൾ അതിനെ വിജയിപ്പിക്കാമായിരുന്ന ഒരു നിലപാടാണോ ഒരുപക്ഷെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത്?
അല്ലല്ല, സംസ്ഥാന ഗവൺമെന്റ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള നിലയിൽ ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ആയാലും സംസ്ഥാന ഗവൺമെന്റ് കക്ഷി രാഷ്ട്രീയ താല്പര്യത്തിനുപരി ഗവൺമെന്റ് എന്നുള്ള നിലപാടെടുത്തുകൊണ്ട് ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ളത് കണ്ടാൽ മതി. ഇപ്പൊ യു ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിലുള്ളപ്പോൾ തന്നെ INTUC-യും STU അടക്കമുള്ള സംഘടനകൾ, KTUC അടക്കമുള്ള സംഘടനകൾ പണിമുടക്കിൽ ശക്തമായി പങ്കെടുക്കുമ്പോൾ സർക്കാരിന്റെ മിഷനറിയുടെ സംവിധാനത്തിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രിവെൻഷൻ എന്നുള്ളതേ ഉള്ളൂ. അത് വേറെ, അത് നമ്മൾ വലിയ കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. എങ്കിലും അവിടെ ഒരു വീഴ്ച പറ്റിയോ എന്ന ഒരു തോന്നൽ ഉളവാകുന്നുണ്ട്. അങ്ങനൊന്നുമില്ല. നമ്മളതിനെ അങ്ങനെ നിർവചിച്ചാല്, അങ്ങനെ നിർവചനം കൊടുത്താലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാല് ഗവൺമെന്റ് തന്നെ വന്നു നിന്നുകൊണ്ട് പണിമുടക്കാൻ പറ്റുമോ? അതൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നതുമില്ല, അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല നമ്മൾ. തീർച്ചയായും താങ്കൾ ദയവായി ടെലിഫോൺ ലൈനിൽ തുടരുക. BMS-ന്റെ വൈസ് പ്രസിഡന്റ് KK വിജയകുമാർ കൂടി ലൈനിൽ നമ്മളൊപ്പം തത്സമയം ചേരുന്നു. വിജയകുമാർ, ഒരുപക്ഷെ 2 വർഷക്കാലം ഒരുമിച്ച് ചേർന്ന് പല സമരങ്ങൾക്കും ഒപ്പം നിന്ന് തൊഴിലാളി വിരുദ്ധ സമീപനങ്ങളെ അപ്പാടെ ശക്തിയുക്തം എതിർത്ത ഒരു സംഘടന BMS ഏറ്റവും ഒടുവിൽ ഒരുപക്ഷെ ദില്ലി കൺവെൻഷനിലുണ്ട്. അവിടെ പ്രഖ്യാപിച്ച നിലപാടുകളുണ്ട്. ആ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ പ്രഖ്യാപനങ്ങൾക്ക് ഒപ്പം നിന്നു, വാർത്താസമ്മേളനം നടത്തി. പൊടുന്നനെ ഇങ്ങനെ പിന്മാറ്റം, അത് സമ്മർദ്ദത്തിന്റെ ഫലമല്ല, മറ്റ് രീതിയിലുള്ള ഇടപെടലുകളല്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും? ഏത് രീതിയിൽ ഒരുപക്ഷെ ഇരട്ടത്താപ്പ് ഉണ്ടായില്ല എന്ന് നിങ്ങൾക്ക് നിർവചിക്കാൻ കഴിയും? അല്ല, BMS ഇക്കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള ഇരട്ടത്താപ്പ് നയവും സ്വീകരിച്ചിട്ടില്ല. ഞങ്ങൾ പറഞ്ഞത് ജൂലൈ 19-ാം തീയതി പ്രധാനമന്ത്രി സംയുക്ത ട്രേഡ് യൂണിയൻ നേതാക്കന്മാരുമായിട്ട് ആശയവിനിമയം ചെയ്തു. ജൂലൈ 20-ന് ഇന്ത്യൻ ലേബർ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി ഗവൺമെന്റിന്റെ നയം വ്യക്തമാക്കി. തൊഴിൽ നിയമ പരിഷ്കരണത്തെ സംബന്ധിച്ച് ത്രികക്ഷി സമിതിയിൽ ചർച്ച ചെയ്ത് കൺസെൻസസിൽ എത്തിയതിനു ശേഷം മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് പറഞ്ഞു. അതിനുശേഷം ഈ ആഗസ്റ്റ് 26, 27 തീയതികളിൽ മന്ത്രിതല ഉപസമിതി, അരുൺ ജെയ്റ്റ്ലി ചെയർമാനായിട്ടുള്ള ഉപസമിതി ചർച്ച ചെയ്തു. ചർച്ചയിൽ ഇപ്പോൾ ബോണസ് നിലവിലുള്ളതിൽ ഇരട്ടി ബോണസ് ലഭിക്കും എന്ന് സർക്കാർ രേഖാമൂലം എഴുതി നൽകി. അതുപോലെ തന്നെ മിനിമം വേജസിനെ സംബന്ധിച്ചുള്ള നിലപാടുകൾ എഴുതി നൽകി. അപ്പോൾ സർക്കാർ പോസിറ്റീവായി മുൻപോട്ട് വന്ന സാഹചര്യത്തിൽ ഗവൺമെന്റിന് അല്പം കൂടി സമയം കൊടുക്കണം, പണിമുടക്ക് നീട്ടിവെക്കണം എന്ന് മാത്രമാണ് BMS ആവശ്യപ്പെട്ടത്. പക്ഷേ വിജയകുമാർ, അവിടെ ദില്ലിയിൽ പ്രഖ്യാപിച്ച ആ പ്രഖ്യാപനങ്ങളോട് നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള മറ്റഭിപ്രായം, വിരുദ്ധാഭിപ്രായം ഇപ്പോഴും ഇല്ലെന്നാണോ താങ്കൾ പറയുന്നത്? ദില്ലിയിൽ ആര് പ്രഖ്യാപിച്ചത്? ദില്ലിയിലെടുത്ത നയങ്ങൾ, നിങ്ങൾ ട്രേഡ് യൂണിയൻ സംഘടനകൾ പ്രഖ്യാപിച്ച 12 പരിപാടികൾ സംബന്ധിച്ചൊക്കെയുള്ള നിലപാട് സംബന്ധിച്ച് ഇപ്പോഴും BMS അതിൽ നിന്നും പിന്നോക്കം പോയിട്ടില്ല. അന്ന് BMS കൂടി ഉൾപ്പെട്ട സമിതിയാണ് 12-ന് അവകാശ പത്രിക ഗവൺമെന്റിന് സമർപ്പിച്ചിട്ടുള്ളത്. ഈ 2-ാം തീയതി നടന്ന സമരത്തെ സംബന്ധിച്ചുള്ള അഭിപ്രായമാണ് BMS-നുള്ളത്. ഈ പണിമുടക്ക് നീട്ടിവെക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ഞങ്ങളുടെ അഭിപ്രായം അതായിരുന്നു. കാരണം ഗവൺമെന്റിന് അല്പം കൂടി സമയം കൊടുക്കണം. ഇതുവരെയും ഒരു ഗവൺമെന്റും കഴിഞ്ഞ 10 വർഷക്കാലം UPA ഭരിച്ചു, ഒരു ഗവൺമെന്റും ട്രേഡ് യൂണിയനോട് സംസാരിക്കാൻ തയ്യാറായില്ലല്ലോ. 2013-ൽ 48 മണിക്കൂർ പണിമുടക്കിന്റെ തലേ ദിവസം മാത്രമാണ് AK ആന്റണി ചെയർമാനായിട്ടുള്ള ഉപസമിതി ചർച്ച ചെയ്യാൻ തയ്യാറായത്. ശ്രീ ചന്ദ്രശേഖരൻ, അവിടെ നിലപാടിൽ നിന്ന് അവരെന്തായാലും പിന്നോക്കം പോയിട്ടില്ല. പക്ഷേ എന്തുകൊണ്ട് ഈ സമരത്തെ പിന്നെ പല സമ്മർദ്ദങ്ങളും ഉപയോഗിച്ച് BMS-നെ കൂടി അവിടെ കരുവാക്കിക്കൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് സമരത്തെ തകർക്കാനുള്ള ശ്രമം നടന്നു എന്ന് തൊഴിലാളി സംഘടനകൾ ആരോപിക്കുന്നു? അല്ലാതെ BMS ഗൗരവമായിട്ട് ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ BMS എന്ന സംഘടനയെ നമ്മൾ ഒരു തരത്തിലും കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല ഞാനിപ്പോൾ. കാരണം ഈ ഡിമാൻഡുകളിൽ ഏറ്റവും വാശിയോടെ, ഏറ്റവും വീറോടെ കഴിഞ്ഞ ILC മീറ്റിംഗിൽ വരെ ഏറ്റവും ശക്തമായി ഗവൺമെന്റിനോട് പ്രതികരിച്ച BMS ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നിലപാട് പെട്ടെന്ന് എടുക്കേണ്ടി വന്നത് പലതരത്തിലുള്ള സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടായിരിക്കും. പക്ഷെ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു വസ്തുത, വിശാലമായ തൊഴിലാളി ഐക്യമാണ് ഈ തരത്തിലുള്ള ഗവൺമെന്റ് നടപടികൾക്ക് എതിരെ ശക്തമായി എതിർത്ത് തോൽപ്പിക്കാൻ കഴിയുന്ന ഒരു നിലപാടെടുക്കുക എന്നുള്ളത്. ആ തൊഴിലാളി ഐക്യത്തിൽ BMS അടക്കമുള്ളവർ വേണം എന്ന് ഇപ്പോഴും നമ്മൾ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഡിമാൻഡുകളോടൊന്നും, നിലപാടുകളോടൊന്നും BMS-ന് എതിർപ്പില്ല. പക്ഷേ അവര് ഗവൺമെന്റ് ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യുമെന്ന് ധരിച്ചു വെച്ചായിരിക്കുന്നു. അത് നടക്കാൻ പോകുന്നില്ല എന്ന് അവർ ബോധ്യപ്പെടുമ്പോൾ അവർ വീണ്ടും ഈ സമരപാതയിലേക്ക് വരേണ്ടി വരുമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ BMS എടുക്കുന്ന നിലപാടിനെ
നമ്മളത് അത്ര വലിയ ഗൗരവമായിട്ട് കാണാതെ അവർ ഈ സമരപാതയിലേക്ക് അവർക്ക് വരേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന നിലയിലാണ് INTUC ഇതിനെ കാണുന്നത്. തീർച്ചയായും ചന്ദ്രശേഖരൻ തുടരുക. നിലപാട് എന്തായാലും മാറുന്നില്ല. ശ്രീ ജോർജ് കുര്യൻ, ഇവിടെ നമ്മൾ രൂപപ്പെടുത്തിയ ഒരു തൊഴിൽ സംസ്കാരം ഒരുപക്ഷെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാലഘട്ടത്തെ പോലും അല്ലെങ്കിൽ വെല്ലുവിളിച്ചുകൊണ്ട് അതിനുശേഷം ഉണ്ടാക്കിയെടുത്ത പല തൊഴിലാളി നയങ്ങളെ, ഗുണകരമായ കാര്യങ്ങളെ നിലനിർത്തുകയും അതിനുശേഷം ഒട്ടേറെ തൊഴിൽ നയങ്ങൾ നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. പക്ഷേ തൊഴിൽ നയങ്ങളോ തൊഴിൽ സുരക്ഷയോ ഇല്ലാത്ത ഒരു ചട്ടത്തിലേക്ക് രാജ്യം പോകുന്നു എന്ന തരത്തിലേക്ക് ഇത്തരം ട്രേഡ് യൂണിയനുകൾ ഒരുമിക്കണമെങ്കിൽ BMS അടക്കം ആ ചർച്ചയിൽ പങ്കെടുത്ത വ്യക്തി തന്നെ പറയുന്നുണ്ട്, പ്രഖ്യാപിത നിലപാടുകളിൽ നിന്നും പോയിട്ടില്ല. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പിന്മാറ്റം അടച്ച് ആക്ഷേപിക്കുന്നില്ല, കാര്യങ്ങളെ നയങ്ങളെ എതിർക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ട് BJPക്ക് മുന്നിൽ? കാരണം 2008 തൊഴിൽ സുരക്ഷാ നിയമങ്ങളടക്കം വരുമ്പോൾ അതിനെയൊക്കെ തന്നെ അതിലും വലിയ നിയമങ്ങൾ വേണമെന്ന് ആവശ്യപ്പെട്ട BJPയുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു നിലപാട് എന്തുകൊണ്ട് വരുന്നു? ഇല്ല, BJPയുടെ ഭാഗത്തു നിന്ന് എന്താ നിലപാടുണ്ടായത്? ബംഗാളാക്കിയില്ല എന്നുള്ളതാണ്. കാരണം ഇങ്ങനെയുള്ള തൊഴിലവകാശങ്ങളെല്ലാം 35 വർഷം നടപ്പിലാക്കിയിട്ട് കേരളീയന്റെ വീടിന്റെ മുറ്റത്ത് വന്നിട്ട് പനിയുണ്ടോ എന്ന് ചോദിക്കുന്ന ബംഗാളി, അതാണല്ലോ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതുപോലെ ട്രേഡ് യൂണിയനുകളിലും അവിടെ ചെയ്തത്. ഈ കേരളത്തിൽ നിന്ന് അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരുന്നത് 60കളിലും 70കളിലും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ, കേരളത്തിന് വെളിയിൽ ഏറ്റവും കൂടുതൽ മലയാളികൾ ജോലി ചെയ്തുകൊണ്ടിരുന്നത് കൽക്കട്ടയിലും ബംഗാളിലുമാണ്. ഏറ്റവും കൂടുതൽ വിഭവങ്ങൾ ഉണ്ടായിരുന്നത് ബംഗാളിലാണ്. എന്തുകൊണ്ട് തിരിച്ച് സംഭവിക്കുന്നു? ഇതെല്ലാം നടപ്പിലാക്കിയിട്ടല്ലേ. ഇപ്പം ചന്ദ്രശേഖരനും കൂടെ കൂടിയിട്ട് ഇന്ത്യ മുഴുവൻ ബംഗാളാകാൻ വേണ്ടി കോൺഗ്രസും അതുപോലെ തന്നെ ചന്ദ്രശേഖരനും കൂടുന്ന നല്ലതാണ്. പിന്നെ വേറൊരു കാര്യം, ഇവരാവശ്യപ്പെട്ട കാര്യം ഞാൻ പറയാം. മിനിമം വേജസ് ആവശ്യപ്പെട്ടു. അത് 137 രൂപയായിരുന്നു ഞങ്ങൾ അധികാരത്തിൽ വരുമ്പം. അതിപ്പോൾ 160 എഴുതി കൊടുത്തിരിക്കുന്നു. മന്ത്രിയുടെ കത്തൻ്റെ കയ്യിലുണ്ട്. എഴുതി കൊടുത്തിരിക്കുന്നത് 273 ആകുന്നു. ത്രിപുരയിൽ അത് 68 രൂപയാണ്. ത്രിപുരയിൽ അത് 68 രൂപയാണ്. കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണമെങ്കിൽ അത് തിരുത്താൻ, ഞാൻ പറഞ്ഞത് തെറ്റാണ് എങ്കിൽ ഓപ്പണായിട്ട് അരുൺ ജെയ്റ്റ്ലി പറഞ്ഞതാണ്. ഞാൻ നെറ്റിപ്പോയി നോക്കിയപ്പോൾ 3275 രൂപയാണ് ഒരു മാസം ഒരു തൊഴിലാളിക്ക് കിട്ടുന്നത്. അതായത് 100 രൂപ മിച്ചമാണ് കിട്ടുന്നത്. പിന്നെ ബോണസിൻ്റെ കാര്യം ഞാൻ പറയാം. ഇവർ പറഞ്ഞത് 3500 രൂപ കൂട്ടിക്കൊടുക്കണമെന്ന് പറഞ്ഞു. 10,000 കൊടുക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. അതുപോലെ അവരുടെ സാലറിയുടെ 10,000 എന്നുള്ളത് 21,000 ആക്കിയിട്ടുണ്ട്. പിന്നെ അവരുടെ വെൽഫെയർ സ്കീംസ്, ESI ഹോസ്പിറ്റലുകളിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ മുതൽ കൂലിപ്പണിക്കാരൻ മുതൽ എല്ലാവർക്കും കൊടുക്കാനുള്ള സംവിധാനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഈ പിന്തിരിപ്പനായിട്ടുള്ള മോഡി ചെയ്ത കാര്യമാണ്, ബംഗാളിലെ കാര്യമല്ല. ബംഗാളി ഭയങ്കര പക്ഷേ ഇതൊന്നും BMS അടക്കമുള്ള ട്രേഡ് യൂണിയനുകൾക്ക് മനസ്സിലാകുന്നില്ല. അല്ല, ട്രേഡ് യൂണിയൻ അവർക്ക് മനസ്സിലായതുകൊണ്ടാണല്ലോ അവർ സമരത്തിന് പോകാത്തത്. പിന്നെയുള്ളത് കോൺട്രാക്ട് വർക്കേഴ്സിന്റെ കാര്യമാണ്. നിലപാട് അവർ നിൽക്കും. കാരണം ഇത് സർക്കാർ നടപ്പിലാക്കി കഴിയുമ്പോൾ പ്രശ്നമില്ലല്ലോ. സർക്കാർ എഴുതി കൊടുത്തേക്കാന്ന്, വെറുതെ പറഞ്ഞിരിക്കുന്നതല്ല. അതുകൊണ്ട് എൻ്റെ കയ്യിലുണ്ട്, കത്തുണ്ട്, അത് എഴുതി കൊടുത്തിരിക്കുകയാണ്. അതുപോലെ ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ 14 രൂപ 24 രൂപയൊക്കെ ആയിരുന്നു പെൻഷൻ. അത് 1000 രൂപയ്ക്ക് കൂട്ടിയിട്ടുണ്ട്. അത് വലിയ പിന്തുണപ്പാണ്. മോഡി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹിറ്റ്ലറും അതുപോലെ തന്നെ സ്റ്റാലിനും അതുകൊണ്ട് ഹയർ ആൻഡ് ഫയർ സംവിധാനം, ഈ ഹയർ ആൻഡ് ഫയർ സംവിധാനമൊക്കെ ഏർപ്പെടുത്തി അല്ലെങ്കിൽ അതുവഴിയൊക്കെ നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ വലിയ വിടവോടുകൂടി ഒരു പക്ഷേ BJP കാണുന്ന കാര്യങ്ങളെ വലിയ തോതിലൊക്കെ തന്നെ എന്തായാലും സമവായത്തിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് താങ്കളുടെ അഭിപ്രായം. അതിലേക്ക് ഞാൻ പറയാം. അതുപോലെ ഈ ലേബർ റിഫോംസ് അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 3 കക്ഷികളെയും കൂടെ കൂട്ടിയുള്ള ആ ഒരു എഗ്രിമെന്റ് ആയിരിക്കും നടക്കുന്നത്. അത് പക്ഷെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ നടക്കുകയല്ല കേട്ടോ. അത് സർക്കാർ തീരുമാനിക്കുകയാണ്. ഇന്ത്യ പിന്തിരിപ്പനായതുകൊണ്ടാണ് ഈ 3 കക്ഷികളെയും കൂടെ കൂട്ടുന്നത്. അത് കമ്മ്യൂണിസ്റ്റ് രാജ്യം അത് വലിയ വിപ്ലവമാണല്ലോ. അവിടെ നടക്കുകയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇനി എന്താണ് വേണ്ടത്? ഒരു കാര്യം ഞാൻ സമ്മതിക്കുന്നു, FDIയുടെ കാര്യം. വേറെ വിലക്കയറ്റത്തിന്റെ കാര്യം പറഞ്ഞു. നമ്മുടെ ഉള്ളി അത് ഇടയ്ക്കിടയ്ക്ക് കൂടുകയും കുറയുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പം മഴ പെയ്യുകയും അതുപോലെ തന്നെ വരൾച്ച ആയതുകൊണ്ടാണ് ഉള്ളിയുടെ വില കൂടിയിട്ടുണ്ട്. പിന്നെ പരിപ്പ് വർഗ്ഗങ്ങളുടെ വില കൂടിയിട്ടുണ്ട്. പിന്നെ ഏതിൻ്റെയാ കൂടിയതെന്ന് ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ, കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാം. പിന്നെ പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള അനേകം പദ്ധതികൾ, 12 രൂപയുടെ ഇൻഷുറൻസ് ഒക്കെ അത് സ്വപ്നം കാണാൻ പറ്റാത്ത കാര്യമാണ് കോൺഗ്രസ്സുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും. അതുപോലെ ജൻധൻ യോജനയൊക്കെ. പിന്നെ പറയാവുന്ന FDIയുടെ കാര്യമാണ്. അത് ഞങ്ങളെ വെടിവെച്ച് കൊന്നു. കാരണം FDIയെ സംബന്ധിച്ച് എന്തായാലും UPAയുടെ നയവും അല്ലെ അതിനെ തുടർന്ന് വന്ന സാഹചര്യങ്ങൾ നമുക്കറിയാം. FDIയെ മാറ്റി നിർത്തി ബാക്കിയുള്ള തൊഴിൽ സംബന്ധിച്ച സുരക്ഷയുടെ വലിയ വെല്ലുവിളി. എന്തായാലും ചന്ദ്രശേഖരന് കൂടി മറുപടി പറയാനുണ്ട്. ആനി രാജയ്ക്കും എന്തായാലും വലിയ തോതിൽ ഖണ്ഡിക്കാനുണ്ട് കാര്യങ്ങൾ. രണ്ടുപേരിലേക്കും എത്താം, ദയവായി തുടരുക. ചന്ദ്രശേഖരൻ, ഇവിടെ എന്തായാലും ജോർജ് കുര്യൻ ഒട്ടേറെ കണക്കുകൾ നിരത്തി.
അത് നിങ്ങളുടെ സമരവുമായി ബന്ധപ്പെട്ടും അതിന്റെ ഉദ്ദേശശുദ്ധി സംബന്ധിച്ചും അവിടെ എന്തായാലും കാര്യങ്ങൾ നരേന്ദ്രമോദിയുമായിട്ട് ചർച്ചകൾക്കൊക്കെ തന്നെ പോയപ്പോൾ എടുത്ത സമീപനമൊക്കെ താങ്കളടക്കമുള്ളവർ തുറന്നു പറയുകയൊക്കെ ചെയ്തതാണ്. ഇത്തരത്തിലുള്ള ഒട്ടേറെ കണക്കുകൾ നിരത്തുമ്പോൾ ഒരുപക്ഷെ INTUC അടക്കമുള്ള നേതാക്കന്മാർ BMSും ഒപ്പം ചേർന്നുകൊണ്ടുള്ള സമരത്തിന്റെ യുക്തി സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ചോദ്യം ചെയ്യപ്പെടൽ ഉണ്ടാകുന്നുണ്ടോ? അല്ല, എനിക്ക് സത്യത്തില് എനിക്ക് ജോർജ് കുര്യൻ പറഞ്ഞത് കേട്ടപ്പോ നല്ലൊരു തമാശ. കാരണം ജോർജ് കുര്യനെ പിന്നെ നമ്മുടെ ഒരു വളരെ അടുത്ത ആളാണ്, നല്ല സുഹൃത്തുബന്ധമുള്ളവരാണ്. അദ്ദേഹം BJPയിലെ അധ്യക്ഷനായി നിൽക്കുന്നു, പ്രവർത്തിക്കുന്നു, തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞ കണക്ക് ഇവിടെ ഈ 1000 രൂപ പെൻഷൻ ആക്കിയത് UPA ഗവൺമെന്റ് തീരുമാനിച്ചു, ഗവൺമെന്റ് ഓർഗനൈസേഷൻ തീരുമാനിച്ചു. അതിന് അന്നത്തെ ചില നൂലാമാലകളിൽ പെട്ട് തടസ്സം വന്നു എന്നുള്ളത് ചോദിച്ചാൽ 1000 എന്നുള്ളത് 1500 ആക്കിയില്ലല്ലോ. ഞാൻ പറഞ്ഞതൊരു വെറുതെ കണക്ക് പറയാൻ വേണ്ടി തർക്കിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഞാൻ നിസ്സാരമായ ചില കാര്യങ്ങൾ ഒരു ഗവൺമെന്റ് നടപ്പാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാമെന്ന് പറഞ്ഞാൽ ഇത്രയും കാലം നീണ്ടുനിന്ന ഡിമാൻഡുകളും സമര സംവിധാനങ്ങളും നിരവധിയായ പ്രക്ഷോഭങ്ങളും അവസാനം സെപ്റ്റംബറിൽ നടത്താൻ തീരുമാനിച്ച ദേശീയ പണിമുടക്കും ഒക്കെ മാറ്റിവെക്കും എന്ന ഒരു നിലപാടിലേക്ക് എത്താൻ കഴിയുമോ? ഇവിടെ അവരൊരു കാര്യത്തിൽ വിജയിക്കുന്നത് BMSനെ അവർക്ക് കുറച്ചു നാളത്തേക്ക് BMSന്റെ വിജയകുമാർ എന്താ പറയുന്നത്? ഞങ്ങൾ ഈ നിലപാടുകളെ ഒന്നും അംഗീകരിക്കുന്നില്ല, പക്ഷെ ഞങ്ങൾ കുറച്ച് സമയം കൂടി ഗവൺമെന്റിന് കൊടുക്കണമെന്നുള്ള ഒരു നിലപാടാണ് പറയുന്നത്. കുറച്ച് സമയം കൂടെ കൊടുക്കാൻ വേണ്ടി ഇത് എത്ര കാലം കൊടുക്കാൻ പറ്റും? ഒരു ഗവൺമെന്റ് 15 മാസം 16 മാസമായിട്ട് അവരുടെ മുഖം മുഴുവനും തൊഴിലാളി വിരുദ്ധമായിട്ട് വരികയും നടപടിക്രമങ്ങളെല്ലാം തൊഴിലാളി താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി വരികയും ചെയ്യുമ്പോൾ നിയമങ്ങളെല്ലാം മാറ്റിമറിക്കുന്ന ഒരു ഗവൺമെന്റ് മുമ്പിൽ വേദമോദിയിട്ട് വല്ല കാര്യമുണ്ടോ? ആ ഒരു ഗവൺമെന്റ് സമീപനത്തിനെതിരെയുള്ള നിലപാടുകളാണ് ശക്തമായി ട്രേഡ് യൂണിയനുകൾ കൈക്കൊള്ളുന്നത്. അല്ലാതെ നമ്മള് തമാശ പോലെ കാണാവുന്ന ഒരു വിഷയമല്ലത്. തുടരുക. ശ്രീ വിജയകുമാർ, ഇവിടെ ചന്ദ്രശേഖരൻ ചൂണ്ടിക്കാട്ടിയതുപോലെ ചന്ദ്രശേഖരൻ എന്തായാലും ഒരു പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നുണ്ട്. രാജ്യത്തെ തൊഴിൽ സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള വലിയ പ്രത്യാഘാതത്തിലേക്ക് പോകുന്ന സമീപനങ്ങൾ സ്വീകരിക്കുന്ന കാലഘട്ടത്തിൽ സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ പ്രസക്തി അത് BMS ഉൾക്കൊള്ളുന്നുണ്ടോ? ഒരു ഡെഡ് ലൈൻ BMS മുന്നോട്ട് വെക്കുന്നുണ്ടോ സർക്കാരിന് മുന്നിൽ? എന്തായിരിക്കും ഈ നിലപാടുകൾ സംബന്ധിച്ച്? അതോ RSSO മോഡിയോ വടിയെടുക്കുമ്പോൾ പിന്നോക്കം പോകുന്ന തരത്തിലുള്ള ഒരു സമീപനം മാത്രമാണോ BMSന് മുന്നിലുള്ളത്? എനിക്ക് ചോദ്യം വ്യക്തമാകുന്നില്ല, സ്പഷ്ടമായിട്ട് കേൾക്കുന്നില്ല. വിജയകുമാർ, കേൾക്കാമെങ്കിൽ തുടർന്നുള്ള നിങ്ങളുടെ നിലപാടുകൾ എന്തായിരിക്കും? ഒരു ഡെഡ് ലൈൻ സർക്കാരിന് മുന്നിൽ വെക്കുന്നുണ്ടോ? അതോ ഈ പറഞ്ഞതുപോലെ വിരട്ടൽ നയത്തിന് മുന്നിൽ മുട്ടുമടക്കി വിമർശനങ്ങൾ ഏറ്റുവാങ്ങാനുള്ള ഒരു നിലപാടായിരിക്കുമോ? എന്താണ് പ്രതീക്ഷിക്കേണ്ടത് BMSൽ നിന്നും? ഹലോ, താങ്കൾ പറയുന്നത് എനിക്ക് പ്രോപ്പറായിട്ട് താങ്കളിലേക്ക് എത്താം. ആനിരാജ, ഇവിടെ എന്തായാലും വളരെ വിചിത്രമായ രീതിയിൽ സ്പഷ്ടമായ സ്വസിദ്ധമായ ശൈലിയിലാണ് എന്തായാലും ജോർജ് കുര്യൻ കാര്യങ്ങളെ വിശദീകരിച്ചത് മോഡിയുടെ നയം സംബന്ധിച്ച്. ഇവിടെ ഈ സ്മോൾ ഫാക്ടറീസ് ബില്ലും 47ലേറെ ബില്ലുകൾ, ഒരുപക്ഷെ 44ഓളം തൊഴിൽ നിയമങ്ങളെ ചെറിയൊരു ചട്ടക്കൂടിലേക്ക് 5 ചട്ടങ്ങളുടെ പരിധിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു ബദൽ മാർഗമെങ്കിലും ഒരുപക്ഷെ കയ്യിൽ വെച്ചുകൊണ്ടായിരിക്കുമോ BJP ഇങ്ങനെയുള്ള വാദങ്ങൾ നിരത്തുന്നത്? അതോ ഒരുപക്ഷെ അതല്ല, കഠിനമായ കാര്യങ്ങൾ, പ്രതിസന്ധികൾ ഉൾക്കൊണ്ടുകൊണ്ടാണോ നിങ്ങൾ വിമർശനങ്ങളിലേക്കും സമരങ്ങളിലേക്കും പോകുന്നത്? ആനിരാജ, ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകളോ ഇടതുപക്ഷ പാർട്ടികളോ അല്ലെങ്കിൽ മറ്റ് ഈ ഗവൺമെന്റിനെ എതിർക്കുന്ന പാർട്ടികളോ ഈ പാർട്ടിയെ എതിർക്കണം, ഈ ഗവൺമെന്റിനെ എതിർക്കണം എന്നുള്ള ലക്ഷ്യത്തോടെ വെറുതെ ഒരു എതിർപ്പല്ല അല്ലെങ്കിൽ ഒരു സമരമല്ല ഈ ഗവൺമെന്റിനെതിരെ. ഇവിടെ ശ്രീ ജോർജ് കുര്യൻ സൂചിപ്പിച്ച് 21,000 രൂപ മിനിമം കൂലി പറഞ്ഞു എന്ന് പറയുന്നത് എവിടെയാണ്? സത്യത്തിൽ എന്താണ് ഗവൺമെന്റ് പറയുന്നത്? സംസ്ഥാനങ്ങളെ 3 തട്ടായി തരംതിരിച്ച് ഏറ്റവും വികസിച്ച സംസ്ഥാനങ്ങൾ, വികസിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങൾ, ഒട്ടും വികസിക്കാത്ത സംസ്ഥാനങ്ങൾ എന്നും 3 തട്ടായി തരംതിരിച്ചുകൊണ്ട് ഈ ഓരോ തട്ടിലെയും വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾ, സെമി സ്കിൽഡ് വർക്കേഴ്സ്, അതേപോലെ തന്നെ അൺസ്കിൽഡ് വർക്കേഴ്സ്, ഇവർക്ക് പല വിധത്തിൽ അങ്ങനെ വരുമ്പോൾ ഒരു ഒട്ടും വികസിക്കാത്ത സംസ്ഥാനത്തെ ഒരു തൊഴിലാളിക്ക് കിട്ടുന്നത് 7,000 തരാമെന്ന് പറയുന്നത് അല്ലെങ്കിൽ പരിഗണിക്കാമെന്ന് പറയുന്നത്
7,100 രൂപയാണ്. ശ്രീ ജോർജ് കുര്യൻ, താങ്കൾ അത് മനസ്സിലാക്കണം. ജനങ്ങളെ കള്ളം പറഞ്ഞ് അവരെ വഞ്ചിക്കരുത് എന്നാണ് ദയവായി താങ്കളോട് പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഈ പറഞ്ഞ മിനിമം കൂലി, അത് 15,000 രൂപയായ മിനിമം കൂലി നിശ്ചയിക്കണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ആ ആവശ്യത്തിന് അംഗീകരിക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. അതാണ് സത്യസന്ധമായി പറഞ്ഞാൽ. BMS പറയുന്നത് ഈ ഗവൺമെന്റിന് അത് പരിഗണിക്കുന്നതിന് വേണ്ടി ഒരു 6 മാസത്തെ സമയം അനുവദിക്കണം എന്നാണ് BMS പറഞ്ഞുകൊണ്ടാണ് BMS മാറി നിൽക്കുന്നത്. അവര് പോലും അംഗീകരിക്കുന്നില്ല. ഈ 7,100 രൂപ എന്ന മിനിമം കൂലി പരിഗണിക്കാമെന്ന് ഗവൺമെന്റ് പറയുന്നതിനോട് അവർ പോലും യോജിക്കുന്നില്ലാത്ത ഒരു സാഹചര്യമാണ്. ഇത് പറയുമ്പോൾ 46ാമത് ഇന്ത്യൻ ലേബർ കോൺഫറൻസിന്റെ ചില റെക്കമെൻഡേഷൻസ് ഉണ്ട്. ആ റെക്കമെൻഡേഷനിൽ അവരുടെ നിർദ്ദേശങ്ങളിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് മിനിമം കൂലി എന്ന് പറയുന്ന ഒരു 20,000 രൂപയെങ്കിലും ആയിരിക്കണം എന്നാണ് അവർ നിർദ്ദേശിച്ചത്. എന്നാൽ ട്രേഡ് യൂണിയനുകൾ 15,000 മാത്രമാണ് ആവശ്യപ്പെടുന്നത്. ഇത്തരത്തിലാണ് വസ്തുത എന്നിരിക്കെ ഗവൺമെന്റ് 21,000 രൂപ മിനിമം കൂലി കൊടുക്കാൻ നിശ്ചയിച്ചു, അത് ഓഫർ ചെയ്തു. പക്ഷെ ട്രേഡ് യൂണിയനുകൾ അത് നിരസിച്ചുകൊണ്ട് സമരത്തിലേക്ക് പോയി എന്ന് പറയുന്നത് സ്വയം വഞ്ചനയാണ് എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ബോണസിന്റെ പരിധി സാലറിയുടെ കാര്യമാണ് പറഞ്ഞത്. 21,000 രൂപ വരെ ക്ലാരിഫിക്കേഷനിലേക്ക് വരാം. രണ്ടുപേരിലേക്ക് പോയില്ല. ദയവായി അനുരാജ എത്താം. ജോർജ് കുര്യൻ എന്തായാലും കൂടുതൽ കാര്യങ്ങൾ കൂടി അത് സംബന്ധിച്ച കാര്യങ്ങൾ തേടുക. ഫക്രുദ്ദീൻ, ഇവിടെ ഒരു തൊഴിൽ സംസ്കാരം ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. ആ സംസ്കാരത്തിൽ നിന്ന് എന്തെങ്കിലും പിന്നോക്കം പോകുന്നു എന്ന് കണ്ടുകൊണ്ടാണ് ഈ പറയുന്ന BMS അടക്കമുള്ളവർ ഒരുമിച്ച് ചേരുന്ന സവിശേഷ സാഹചര്യങ്ങൾ. 91 ശേഷമുള്ള നവലിബറൽ നയങ്ങൾ സംബന്ധിച്ച് UPA-ക്കെതിരെ വലിയ തോതിലുള്ള വിമർശനങ്ങൾ വന്നു. അതിനുശേഷം 1ാം UPA സർക്കാർ അധികാരത്തിൽ വരുന്നു, ഇടതുപക്ഷം അവിടെ പിന്തുണയ്ക്കുന്നു. അതിനുശേഷം ശക്തമായ രീതിയിൽ തൊഴിൽ സമരങ്ങൾ രാജ്യത്ത് വരുന്നു. 2008 ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ അസംഘടിത മേഖലയിലുള്ള തൊഴിലാളികൾ 90% പേരാണ് ഇതിന്റെ പരിണിതഫലം അനുഭവിക്കുന്നത്. വലിയ ഒരുപക്ഷെ ഈ പറയുന്ന സ്മോൾ ഫാക്ടറീസ് ബില്ലോ ഇതൊക്കെ വരാൻ പോകുമ്പോൾ എത്രത്തോളം ആളുകളാണ് ഒരുപക്ഷെ ആശങ്കയുടെ നോക്കേണ്ടത്? അസംഘടിത മേഖലയെ മാത്രം എടുത്ത് പരിശോധിച്ചാൽ ഇതിന്റെ ഭീകരത എത്രത്തോളമായിരിക്കും? അസംഘടിത മേഖലയിൽ സത്യത്തില് നമ്മൾ ഈ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ പൊളിറ്റിക്സിൽ ഉപയോഗിച്ച് കുറച്ചൊക്കെ ഒന്ന് അക്കാദമിക്സിൽ പോകണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്ന് വെച്ചാല് ഇത് വളരെ സങ്കീർണമായ ഒരു പ്രശ്നമാണ്. ഇത് പ്രോ മുതലാളിയോ പ്രോ തൊഴിലാളിയോ ആയിട്ട് ജസ്റ്റ് കാണുന്ന ഒരു വിഷയമല്ല നമ്മൾ. കാരണം എന്ന് വെച്ചാല് നിലവിലുള്ള ഇന്ത്യൻ തൊഴിൽ നിയമങ്ങൾ അതിന് കാലോചിതമായ പരിഷ്കാരങ്ങൾ വേണം. കാരണം പല നിയമങ്ങളും വന്നത് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിലാണ്. ഇന്ത്യൻ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് ആണെങ്കിലും ഇതിനൊക്കെ പലപ്പോഴും ചില ത്രെഷോൾഡുകൾ വെച്ചുകൊണ്ടാണ്. ഉദാഹരണമായിട്ട് 100 തൊഴിലാളികളുള്ള സ്ഥാപനം, ആ സ്ഥാപനത്തിന് ഒരു നിയമം, അതിൽ താഴെയാണെങ്കിൽ ഇല്ല. 240 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നിയമം ബാധകമാണ്, അതല്ലെങ്കിൽ അല്ല. ഇതൊക്കെ വെച്ചുകൊണ്ട് ആളുകൾ 239 ദിവസം ആകുമ്പോൾ ഒരാളെ പിരിച്ചുവിടുന്ന അല്ലെങ്കിൽ വിടുന്ന സംവിധാനമുണ്ട്. പക്ഷേ ഈ പറയുന്ന കരട് പരിശോധിച്ചാൽ 1 മാസത്തിനകം തൊഴിലാളിക്ക് ഉടമയ്ക്ക് നോട്ടീസ് നൽകി വേതനം നൽകി 1 മാസത്തിനുള്ളിൽ പിരിച്ചുവിടാൻ തൊഴിലാളിയെ. ഞാൻ അങ്ങോട്ട് പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ചില ത്രെഷോൾഡുകൾ വെച്ചുകൊണ്ട് സംസാരിക്കുന്നതിനെക്കാട്ടും നല്ലത് കാലോചിതമായ മാറ്റങ്ങൾ വരണം. ആ കാലോചിതമായ മാറ്റം ഒരേ സമയം തന്നെ ഇൻഡസ്ട്രിയലിസ്റ്റിനും അതേ സമയം തന്നെ തൊഴിലാളിക്കും ഗുണകരമായ രീതിയിലായിരിക്കണം. തൊഴിലാളികളെ നമ്മൾ ഇപ്പൊ ലോകത്ത് എവിടെയാണ്, കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ വെച്ച് ലോകത്ത് എവിടെയാണെങ്കിലും, ഇപ്പം ബംഗാളിന്റെ കാര്യം, ബംഗാൾ കമ്മ്യൂണിസ്റ്റ് രാജ്യമല്ലോ, സംസ്ഥാനം മാത്രമാണ്, അവിടെ നമുക്ക് വേറെ വിഷയമാണ്. ലോകത്ത് എവിടെയാണെങ്കിലും ഇൻഡസ്ട്രിയൽ നിയമങ്ങളെല്ലാം ഇൻഡസ്ട്രിയലിസ്റ്റ് ആയിട്ട് തൊട്ടാൽ പൊള്ളുന്ന ഒരു നയം. ആ നയം രൂപീകരിക്കുമ്പോൾ ആത്യന്തികമായി എടുക്കേണ്ട ഏതൊക്കെ ഘട്ടങ്ങൾ ഒരുപക്ഷെ സ്വീകരിക്കാമായിരുന്നു മോഡി സർക്കാർ? അല്ല, മോഡി സർക്കാരിന്റെ ആദ്യം വിശാലമായ അർത്ഥത്തിൽ ഇത് മോഡിയുടെ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അധികം കൺസൾട്ട് ചെയ്യില്ല ഈ പിന്നെ ആരൊക്കെയാണോ ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം, കൺസൾട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ജസ്റ്റ് പേരിന് വേണ്ടി മാത്രം. അതുകൊണ്ടാണ് ഇപ്പൊ ലാൻഡ് ബില്ല് പോലെയുള്ള ബില്ലുകളെല്ലാം തന്നെ ഓർഡിനൻസ് ഒക്കെ അദ്ദേഹത്തിന് പിൻവലിക്കേണ്ടതായിട്ട് വന്നത്. ഇത് വിശാലമായ അർത്ഥത്തിൽ സംസ്ഥാന തലത്തിൽ ചർച്ചകൾ നടത്തി. ശ്രീ ജോർജ് കുര്യൻ നേരത്തെ പറഞ്ഞ അനുരാജ എടുത്ത ആരോപണങ്ങൾക്കൊപ്പം തന്നെ ചേർത്ത് വായിക്കുന്ന ഒരു കാര്യം, കാരണം കരട് തയ്യാറാക്കുന്നതിന് മുൻപ് ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ തൊഴിലാളി സംഘടന പോട്ടെ BMS-നെ മാത്രം ചേർത്ത് വെച്ചുകൊണ്ട് കാര്യങ്ങൾ സംസാരിക്കാമായിരുന്നു. അത് നടത്തിയില്ല. ഏറ്റവും അവസാനം മോഡി തൊഴിലാളി സംഘടനകളെ കാണാനുണ്ടായ സാഹചര്യം പോലും ഒരു പക്ഷേ താങ്കൾക്ക് പറയേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു കൺസെൻസസ് ഉണ്ടാക്കാതെ പോയതിന്റെ
ഒരു ഫലമാണോ ഇത്തരം വിമർശനങ്ങൾക്കും പ്രക്ഷോഭത്തിലേക്കും പോയത്? അല്ല, വിജയകുമാർ പറഞ്ഞല്ലോ, മന്ത്രിമാരുടെ കമ്മിറ്റിയെ പറ്റി അരുൺ ജെയ്റ്റ്ലി ഉണ്ട്, ധർമ്മേന്ദ്ര പ്രധാൻ ഉണ്ട്, മറ്റേ ഗോയലുണ്ട്, നമ്മുടെ ദത്താത്രേയുണ്ട്. ഇവരെല്ലാം കമ്മിറ്റിയായിരുന്നു പരിചയിച്ചില്ല. മോഡി തന്നെത്താൻ ഇരുന്നിട്ട് എഴുതുകയല്ല ചെയ്തത്. മോഡിക്ക് അങ്ങനെ എഴുതാനുള്ള ഇപ്പം സമയമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു കാര്യം, ഇപ്പൊ ആനിരാജ പറഞ്ഞ കാര്യം, നമ്മുടെ സുരേഷ് തെണ്ടുൽക്കർ, നമ്മുടെ തെണ്ടുൽക്കർ കമ്മിറ്റി എന്നും പറഞ്ഞുകൊണ്ട് ഈ നമ്മുടെ ട്രേഡ് യൂണിയനുകളെല്ലാം നടന്നതാണ്. അത് 2011-12 ഒരു ഗ്രാമത്തിൽ ഒരാൾക്ക് ജീവിക്കണമെങ്കിൽ അദ്ദേഹമാണ് ഈ ദാരിദ്ര്യരേഖ വരച്ചിട്ട് മുകളിലേക്കും താഴോട്ടും ഇതിന്റെ പൈസ വിലയിരുത്തിയത്. 4050 രൂപ വേണം ഗ്രാമത്തിൽ, ടൗണില് 5000 രൂപ വേണം. ഈ ത്രിപുരയിൽ കൊടുക്കുന്നതേ 3275 രൂപ. അതായത് ഒരു 100 രൂപയാണ് ഈ കൂലിപ്പണിക്കാരന് കൊടുക്കുന്നത്. ഈ 3-4 തിരിച്ചില്ല എങ്കിൽ ആദ്യം നടപടിയെടുക്കേണ്ടി വരിക ത്രിപുരയിലാണ്. കാരണം അവര് അവിടെയാണ് ഏറ്റവും കുറച്ച് ഈ നമ്മുടെ മിനിമം വേജ് എന്ന് പറയുന്നത്. ലംഡിംഗ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ആസാമില്. അവിടുന്ന് അഗർത്തലയിലേക്ക് ഈ മീറ്റർ ഗേജാ. അത് ബ്രോഡ് ഗേജ് ആയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ത്രിപുര ഭാഷ പഠിക്കേണ്ടി വരും. അവരെല്ലാം കൂടെ ഇങ്ങോട്ട് വരും, ബംഗാളികളെ പോലെ കേരളത്തിലേക്ക് വരും. ഈ പണിയില്ലാതെ കേരളത്തിലേക്ക് വരും ത്രിപുരയിൽ നിന്ന് നമ്മുടെ സഹാക്കന്മാര്. ലംഡിംഗ് എന്ന് പറയുന്നത് അറിയാം, വക്രുദ്ദീൻ അറിയാം. കാരണം അവിടുന്നാണ് പിന്നെ ഇതാണ് മീറ്റർ ഗേജ്. അത് ബ്രോഡ് ഗേജ് ആയാല് ത്രിപുരക്കാര് മുഴുവൻ കേരളത്തിലുണ്ടാവും. കാരണം 100 രൂപ അവിടെ കിട്ടുന്നത്, ഇവിടെ എത്ര 700 രൂപയല്ലേ. അപ്പൊ ആ ഭാഷയും കൂടെ മലയാളി പഠിക്കേണ്ടി വരും. ഇപ്പം ബംഗാളിയൊക്കെ പഠിച്ചോണ്ടിരിക്കുക മലയാളി. കാരണം ഇത് ഇവരോട് സംസാരിക്കണം. അത് ആനിരാജ അത് പറയണം. ആനിരാജയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, പാവ കേട്ടോ. കാരണം ഈ നമ്മുടെ പ്രകാശ് കാരാട്ടും യെച്ചൂരിയും ഒക്കെ ഇരിക്കുന്നിടത്ത് ആനിരാജ പോയി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്. ബംഗാളിനെ കുട്ടിച്ചോറാക്കിയപ്പോ ആനിരാജയ്ക്ക് സങ്കടം ഉണ്ടായിരുന്നു. നിയമങ്ങളെയും പരിഷ്കരിച്ചുകൊണ്ട് 5 മാറ്റുമ്പോൾ ഇതൊക്കെ തന്നെ ഈ പറയുന്ന വാദഗതികൾ ഒരു വാദഗതിയില്ല. ഈ തൊഴിലാളികൾക്ക് ആവശ്യമായിട്ടുള്ളത് കിട്ടും. ആ അടൽ പെൻഷൻ യോജനയിൽ ചേരണം, നിങ്ങളൊക്കെ ചേരണം. കാരണം ഇപ്പം നേരത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് കിട്ടുള്ളായിരുന്നു. ഇപ്പൊ കിട്ടും 5000 രൂപ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ 60 വയസ്സാകുമ്പോൾ 50,000 രൂപ ആയിരിക്കും കിട്ടുന്നത്. ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് സാധിച്ചോ? അത് മോഡിക്കല്ലേ പറ്റിയത്? ഏകാധിപതിയായിട്ടുള്ള മോഡിക്കാണ് പെൻഷൻ കർഷക തൊഴിലാളിക്ക് സാധാരണക്കാരന് പെൻഷൻ കിട്ടും. ഈ സർക്കാർ ഉദ്യോഗസ്ഥർ മാത്രം, ആനിരാജൊക്കെ പറയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടി മാത്രമാണ്. അതായത് 50 ലക്ഷം ഒക്കെ ഉള്ള അവർ ഈ തൊഴിലാളികളും പെൻഷനും കൂടെ കൂടിയുള്ളവർ. ഞങ്ങൾ സാധാരണക്കാരുണ്ടെന്ന് ഇവിടെ. ഇതൊന്നും BMS ഉൾപ്പെടെയുള്ളവർ മനസ്സിലാക്കി. അത് BMS മനസ്സിലാകേണ്ടുള്ള അവർ സമരം ചെയ്യായിരുന്നു. ചർച്ചയിലേക്ക് വരാൻ ആനിരാജയുണ്ട്. കവടിയാർ ധർമ്മൻ സംസ്ഥാന പ്രസിഡന്റാണ്. അദ്ദേഹത്തിലേക്ക് അടക്കം എത്താൻ ചർച്ചയിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ ധർമ്മൻ ട്രേഡ് യൂണിയൻ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ, ഇവിടെ ഇന്ന് ഉയർന്നു വന്ന ആശങ്ക ദേശീയ തലത്തിൽ വരുമ്പോൾ കേരളത്തിൽ ഒരുപക്ഷെ എത്രത്തോളം ആശങ്കാജനകമാണ്? ഇന്ന് എല്ലാ മേഖലകളിലും ഇന്ന് കേരളത്തിൽ ഇതിന്റെ സമരം പ്രതിഫലിച്ചു. എത്രത്തോളം ആശങ്കയാണോ ഇന്നിപ്പോൾ പൊതുവെ ഈ ഒരു നയം സംബന്ധിച്ച് വരാൻ പോകുന്നു? കരടാണ്, ഇനി പല ചർച്ചകൾ പോലും ഇല്ലാതെ പാസ്സാക്കുമോ? ഒട്ടേറെ ആശങ്കകൾ ഒരുപക്ഷെ കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട്. തീർച്ചയായിട്ടും കാലോചിതമായി പറയുകയാണെങ്കിൽ ഇന്ന് കേരളത്തിലെ ഒരു ട്രേഡ് യൂണിയൻ സംഘടനയാണ് കേരള ട്രേഡ് യൂണിയൻ കോൺഗ്രസ്. അതിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടാണ് നിൽക്കുന്നത്. അതിന്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ ഞാൻ സംസാരിക്കുകയാണ്. കാരണം കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കാൻ പോകുന്ന കേരളത്തിലെ തൊഴിലാളി മേഖലയിലാണിത്. ഇന്നിപ്പം കേന്ദ്രം അടക്കം ഇങ്ങോട്ട് വരുന്ന സംഘടനകൾ, ഈ BMS അടക്കമുള്ള സംഘടനകൾ ചേർന്ന് എടുത്ത ഒരു തീരുമാനമാണ് 12 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആവശ്യം കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ വയ്ക്കുകയും അത് അവർ അംഗീകരിക്കാത്ത സാഹചര്യത്തിലാണ് നമ്മളെ സമരമുഖത്തോട്ട് വലിച്ചയച്ചത്. ഇന്നലകളിൽ ആയപ്പോഴാണ് BMS പോലുള്ള സംഘടനകൾ നമ്മുടെ ഈ സമരമുഖത്തു നിന്ന് പിന്മാറുന്നത്. ഇതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ടൊന്നും ചർച്ചയിലോട്ട് പോകുന്നില്ല. എങ്കിൽ തന്നെ കേരളത്തിലെ തൊഴിലാളികളാണ് ഇന്ന് ആവശ്യപ്പെടുന്ന ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പോകുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിന്റെ ഒരു ഭീകരത, നിങ്ങൾ പറയുന്നത് പോലെ ഒരു ഭീകരതയൊക്കെ ജനങ്ങൾക്ക് ഒരുപക്ഷെ ആ തരത്തിൽ എത്തിയിട്ടുണ്ട്. അസംഘടിത തൊഴിലാളികൾ ഒരുപക്ഷെ 90% ഉള്ള കേരളത്തിന്റെ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും കർഷക മേഖല ഏറ്റവും കൂടുതൽ ബാധിക്കും. അല്ല, അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ പറയുന്ന കാര്യങ്ങളെ ബോധ്യപ്പെടുത്താൻ അവരിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഇന്ന് നടക്കുന്ന സെപ്റ്റംബർ 2 നടക്കുന്ന ദേശീയ പണിമുടക്ക് അത് എത്തിക്കുവാൻ പൂർണ്ണമായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതിൽ അഭിമാനപരമാണ്. ആനിരാജ, ഇവിടെ ജോർജ് കുര്യൻ 2-3 സാഹചര്യങ്ങളെ ചൂണ്ടിക്കാട്ടി. ഒന്ന് ത്രിപുരയിലെ സാഹചര്യങ്ങൾ, പശ്ചിമബംഗാളിലെ സാഹചര്യങ്ങൾ അടക്കം എണ്ണിപ്പറഞ്ഞ് ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 44 ഭേദഗതികൾ എന്തായാലും വരുത്തി നിയമങ്ങളെ ഒരു ചട്ടക്കൂടിലേക്ക് കൊണ്ടുവരുമ്പോൾ സാഹചര്യങ്ങൾക്കനുസരിച്ച്
സംബന്ധിച്ച് മാറ്റമുണ്ടാകുന്നു. വലിയൊരു പൊളിച്ചെഴുത്ത് എന്തായാലും വേണം. അതിന്റെ ബാലൻസ് ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ എന്തായാലും മോദി ഗവൺമെന്റിന്റെ കയ്യിലുണ്ട്. അത്രത്തോളം സമ്പുഷ്ടമായ രീതിയിൽ ചർച്ചകളൊന്നുമില്ലാതെ എന്തായാലും പാർലമെന്റിൽ ഇത് പാസ്സാക്കാൻ കഴിയില്ല. ആ സാഹചര്യത്തിലൊക്കെ ആയിരിക്കും മുന്നോട്ട് പോവുക എന്ന്. അങ്ങനെ കാടടച്ച് പിടിക്കേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന് BJP പറയുമ്പോൾ അതിനെ ഉൾക്കൊള്ളാൻ കഴിയുമോ? BMS അടക്കമുള്ള നിലപാടുകൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു മറുപടി. അല്ല, ഇതില് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഒരു ചൊല്ലില്ലേ, ഉള്ളത് പറയുമ്പോൾ കൊഞ്ഞനം കുത്തുക എന്ന്. ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകളും മറ്റ് ട്രേഡ് യൂണിയനുകളും ഇന്ന് സമരം നടത്തുമ്പോൾ, ഇന്ന് പൊതുമടിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുമ്പോൾ ഈ പറയപ്പെട്ട 12 ആവശ്യങ്ങൾ പശ്ചിമ ബംഗാളിലോ അതല്ലെങ്കിൽ ത്രിപുരയിലോ നടപ്പിലാക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഈ രാജ്യത്തെ മുഴുവൻ തൊഴിലാളികളുടെയും ആവശ്യങ്ങൾ, അത് ഏത് സംസ്ഥാനമായാലും അതിനെ വേർതിരിച്ചു പറയുന്നില്ല. അങ്ങനെ നമ്മൾ പൊതുവായ ഒരു വിഷയം പറയുമ്പോൾ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ മാത്രം എടുത്തുകൊണ്ട് അതിനെ ഖണ്ഡിക്കുന്നത് അത് ഒരു ശരിയായ സമീപനമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം അതിന് മുന്നേ സൂചിപ്പിച്ചു, ബോണസ് ഇരട്ടിയാക്കാമെന്ന് സമ്മതിച്ചു. എന്നാൽ ബോണസിൽ എത്ര പേർക്ക്? അസംഘടിത മേഖലയിലാണ് ഈ രാജ്യത്തെ 94% തൊഴിലാളികൾ ഉള്ളത്. അവർക്ക് ബോണസ് ബാധകമല്ല, അവർക്ക് PF ബാധകമല്ല, അവർക്ക് ബാധകമല്ല, അവർക്ക് മിനിമം കൂലി ബാധകമല്ല. 6% തൊഴിലാളികളെ കുറിച്ചാണ് ഈ ബോണസ് എന്ന് പറയുന്ന സാധനം. അതും ചെറിയൊരു വർധനവ് വരുത്താമെന്നാണ് ഗവൺമെന്റ്, അതിനെക്കുറിച്ച് പരിഗണിക്കാമെന്നാണ് പറഞ്ഞത്. അതല്ലാതെ ഈ അസംഘടിത മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന ഇന്ത്യയുടെ തൊഴിൽ ശക്തിയുടെ 94% മുഴുവനും എല്ലാവർക്കും ഈ ബോണസ് കൊടുക്കുമെന്ന് ഈ കേന്ദ്ര ഗവൺമെന്റ് സമ്മതിച്ചിട്ടുണ്ടോ? സമ്മതിച്ചിട്ടില്ല. സത്യമായി പറയാതെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ ഇടതുപക്ഷം അവിടെ ഭരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം അതിനെ ചൂണ്ടിക്കാട്ടി ഒരു വലിയ വിഷയത്തെ നമ്മൾ എടുക്കുമ്പോൾ അതിനെ അങ്ങനെ ഖണ്ഡിക്കുന്നത് ശരിയായ ഒരു സമീപനമല്ല. ജോർജ് കുര്യനിലേക്ക് വരാം. ചർച്ചയിൽ എന്തായാലും ചർച്ചയിലടക്കം പങ്കെടുത്ത ചന്ദ്രശേഖരൻ കൂടി ടെലിഫോൺ ലൈനിൽ ഉള്ളതുകൊണ്ട്, ചന്ദ്രശേഖരൻ, ഇവിടെ എക്സാഗ്രേഷൻ ജോർജ് കുര്യന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടോ കണക്കുകൾ സംബന്ധിച്ച്? താങ്കളടക്കം ചർച്ചയിൽ, ട്രേഡ് യൂണിയൻ ചർച്ചകളിൽ പങ്കെടുത്തത് കൊണ്ട് ചോദിക്കുകയാണ്. ചന്ദ്രശേഖരൻ, ചന്ദ്രശേഖരനിലേക്ക് മടങ്ങിയെത്താം. ഫക്രുദ്ദീൻ, ഇവിടെ അങ്ങനെ ഈ ആനിരാജ പറഞ്ഞതുപോലെ എന്തായാലും ഈ പല നയങ്ങൾ എടുക്കുന്നുണ്ട്. ഭൂമി ഏറ്റെടുക്കൽ ബിൽ ഉദാഹരണം വലിയ പ്രക്ഷോഭത്തിലേക്ക് ഒരുപക്ഷെ പോകുന്നു. കോർപ്പറേറ്റുകളെ ഒരുപക്ഷെ തൃപ്തിപ്പെടുത്തുക, കണ്ണടച്ച് അതിന്റെ വൈകല്യങ്ങൾ സംബന്ധിച്ച് മോഡിക്ക് മനസ്സിലാകുന്നത് വലിയ പ്രക്ഷോഭങ്ങൾ, ദേശീയ പ്രക്ഷോഭങ്ങളിലേക്ക് പോകുന്നതുകൊണ്ട് മാത്രമാണ് എന്നൊരു തോന്നലിലേക്കാണ് പോകുന്നത്. ഈ തൊഴിൽ നയം പോലും കോർപ്പറേറ്റ് വൽക്കരണത്തിന്റെ ഭാഗമാണോ? ഇവിടെ കർഷകരെ ഒന്നും മോഡി ഗവൺമെന്റ് കാണുന്നില്ല. എന്താണ്? പക്ഷേ ഇവിടെ ഒന്നാം UPA സർക്കാർ പക്ഷേ നയങ്ങൾ വരുമ്പോൾ വിമർശിക്കുമ്പോൾ മുൻ സർക്കാരിനെ, BJP സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന ഒരു സമീപനം, അതേ വഴിക്ക് കൂടിയാണോ BJP പോകുന്നത്? ഇതിന്റെ നമ്മൾ രണ്ട് കാര്യങ്ങൾ നോക്കണം. ഒന്നാമത്, ഈ ഒരു സാമ്പത്തിക നയം എന്ന് വെച്ചാൽ BJPയുടെ കണ്ടുപിടുത്തം മാത്രമല്ല, അത് നരസിംഹറാവുവിന്റെ കാലഘട്ടം തുടങ്ങി. എത്താം. ചന്ദ്രശേഖരൻ വീണ്ടും ചേരുന്നു. ശ്രീ ചന്ദ്രശേഖരൻ, ഇവിടെ ഒട്ടേറെ കണക്കുകൾ ബോണസ് സംബന്ധിച്ചടക്കം താങ്കൾക്ക് കേൾക്കാമോ? ഹലോ, ഇവിടെ BJPയുടെ ജോർജ് കുര്യൻ കണക്കുകൾ നിരത്തി ബോണസ് സംബന്ധിച്ചടക്കം ഉള്ള ഈ ഒരു കരട് പരിശോധിച്ചാൽ ഒരു പക്ഷേ അവിടെ നിങ്ങൾ പറയുന്നത് പോലെ ഒരു സാഹചര്യങ്ങളുമില്ല. കാര്യങ്ങളെ എക്സാഗ്രേറ്റ് ചെയ്യുകയാണ്. ഈ പറയുന്ന 44 നിയമങ്ങളെ പരിഷ്കരിച്ചുകൊണ്ട് 5 എന്ന നിലയിലേക്ക് എത്തിച്ചാൽ കൂടി ഗുണങ്ങൾ ഉണ്ടാകും. അതിനുള്ള ബദൽ മാർഗം BJP സർക്കാരിന്, NDA സർക്കാരിന്റെ കൈവശം ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. ചർച്ചയിൽ പങ്കെടുത്ത തൊഴിൽ ചർച്ചകളിലടക്കം ഏത് രീതിയിലുള്ള ഉറപ്പാണ് ഒരുപക്ഷെ നിങ്ങൾക്ക് ലഭിച്ചത്? ഇത്ര വലിയ സമരങ്ങളിലേക്ക് പോകണമെങ്കിൽ അത്രത്തോളം ഗുരുതരമായിരുന്നോ കാര്യങ്ങൾ? 2-3 കാര്യങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ശ്രീ ജോർജ് കുര്യൻ പറയുന്ന ഈ പരിഷ്കാരങ്ങളൊക്കെ, ഒന്ന്, ശ്രീ അരുൺ ജെയ്റ്റ്ലിയുടെ നേതൃത്വത്തിലുള്ള സബ് കമ്മിറ്റിയുടെ ചർച്ചകളിലെല്ലാം പങ്കെടുക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, ഒന്ന്, സഹമന്ത്രിമാരാണ് ഈ ചർച്ചകളുടെ ഒരു നേതൃത്വം കൊടുക്കുന്നത്. അതൊന്നും എത്രത്തോളം ഫലപ്രദമാകും എന്നുള്ളത് നരേന്ദ്രമോദിയുടെ സ്വഭാവം അനുസരിച്ച് നമുക്ക് നല്ലപോലെ ഈ ജനങ്ങൾക്കൊക്കെ അതിനെ സംബന്ധിച്ച ആശങ്കയുണ്ട്. ഒന്ന്. 2, ചർച്ചകളിൽ വരുമ്പോൾ വേണ്ടത്ര ഹോംവർക്ക് ചെയ്യാതെ ചർച്ചകൾക്ക് വേണ്ടി വന്നൊരു ചർച്ച നടത്തി ഒരു കണ്ണിൽ പൊടിയിടുന്ന രൂപത്തിലാണ് എനിക്ക് അത് മനസ്സിലായിട്ടുള്ളത്. ജോർജ് കുര്യൻ അങ്ങനെ ആയിരിക്കത്തില്ല തോന്നുന്നത്. കാരണം അദ്ദേഹത്തിന് പഠിച്ചിട്ട് വരുന്ന വ്യക്തിയാണ്. ഒരു കമ്മിറ്റ്മെന്റിന്റെ പ്രശ്നമുണ്ട്. ഞാനിതിനെ കാണുന്നത്
ഇവിടെ ഒരു തൊഴിൽ നിയമങ്ങൾ പരിഷ്കരിക്കുന്നതിന് കൂടിയാലോചനകൾ വേണോ വേണ്ടേ എന്നുള്ളതിന് ജോർജ് കുര്യൻ മറുപടി പറയണം. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തുടങ്ങി ഇങ്ങോട്ടുള്ള പ്രധാനമന്ത്രിമാർ ഇന്ത്യയിലെ വിശാലമായ തൊഴിലാളി താല്പര്യങ്ങളും തൊഴിലാളി സംഖ്യാബലവും കണ്ട് സാധാരണക്കാരനും തൊഴിലാളികൾക്കും ചൂഷണത്തിൽ നിന്ന് സംരക്ഷണം കൊടുക്കാൻ ഉണ്ടാക്കി വെച്ച നിയമങ്ങളൊക്കെ ആ നിയമങ്ങളൊക്കെ മാറ്റിമറിക്കാനും വേണ്ടെന്ന് വെക്കാനും പുതിയ കോർപ്പറേറ്റുകൾക്ക് തീരുമാനമെടുത്ത് നടപ്പാക്കാനുള്ള ഇടം കൊടുക്കുവാനും ഒക്കെയുള്ള അധികാരം ഈ ഗവൺമെന്റിന് ആരും നൽകിയിട്ടില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെ ഈ ഒരു സമീപനത്തിന്റെ പ്രശ്നം വളരെ ഗൗരവമായി കാണേണ്ടതാണ്. ഇപ്പൊ ബോണസിന്റെ ഇപ്പൊ ആനി രാജ പറഞ്ഞതുപോലെ ബോണസ് സംഘടിത മേഖലയിലെ വ്യവസായ സ്ഥാപനങ്ങൾക്ക് ബോണസ് കൊടുക്കുന്നത് തീരുമാനമെടുക്കുന്നത് മാത്രമല്ല തൊഴിലാളി പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നത്. ബോണസ് എന്ന് പറയുന്നത് ഒരു ലിമിറ്റ് ഇല്ലാത്ത ബോണസ് ലാഭമുണ്ടെങ്കിൽ കൊടുക്കണം, നഷ്ടമുണ്ടെങ്കിൽ എന്തായിരിക്കണം തീരുമാനിക്കണം. അതുപോലെ തന്നെ പൊതുമേഖലയെ സംരക്ഷിക്കണം, ദേശീയ തലത്തിൽ മിനിമം കൂലി കൊടുക്കണം. ഇതൊക്കെ ഒരു ഗവൺമെന്റ് ഒരു സമീപനത്തിലേക്ക് പോകുമ്പോൾ ഇതിന് വിശാലമായ ചർച്ചകൾ ആവശ്യമാണ്. ദയവായി ചന്ദ്രശേഖർ ദയവായി അവിടെ നിർത്തിയെടുത്ത് നിന്ന് ബാക്കി തുടങ്ങാൻ ദയവായി തുടരുക. അവിടെ ഒരു കണക്കിലെ അവ്യക്തത താങ്കൾക്കുണ്ടോ? കാരണം ചർച്ച അദ്ദേഹം കണക്ക് മാറ്റിവെക്കുക, സാമാന്യമായി പാലിക്കേണ്ട ചില നടപടിക്രമങ്ങൾ. ഒരു സർക്കാർ ഒരു ദില്ലി മാത്രമല്ല ബാധിക്കുന്ന വിഷയമല്ല, ദില്ലി തൊട്ട് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലടക്കമുണ്ട്, കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ അടക്കം ബാധിക്കുന്ന ഒരു വിഷയത്തെ കൈകാര്യം ചെയ്ത രീതി സംബന്ധിച്ച് ആ ഒരു പിശക് ഇപ്പോഴും നിങ്ങൾ സ്വയം വിമർശനമായി. മോഡിയുടെ സ്വഭാവം അനുസരിച്ചെന്നാ പറഞ്ഞത്. കാരണം മോഡിയുടെ സ്വഭാവം കോൺഗ്രസ്സുകാർക്ക് ഇഷ്ടപ്പെടില്ല, കാരണം അവരെ തോപ്പിച്ചതല്ലേ, അതുകൊണ്ട് അത് ഇഷ്ടപ്പെടില്ല. വ്യക്തമല്ല അദ്ദേഹം പറയുന്നത്. കാരണം ഇത് ഭണ്ഡാരി ദത്താത്രേയയുടെ കത്താണ്. ഇത് ചന്ദ്രശേഖരന് എത്തിയിട്ടുണ്ട്, വെറുതെ എടുത്ത് വായിച്ചു നോക്കണമെന്നേ. അത് ഈ സമരം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഇതൊക്കെ എടുത്ത് വായിച്ചു നോക്കട്ടെ, മന്ത്രി എന്താ എഴുതി തന്നെന്നുള്ളത്. രേഖാമൂലം ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നതാണ്. അതവർ വായിച്ചു നോക്കണം. അത് ചന്ദ്രശേഖരൻ പോലും അത് വായിച്ചിട്ടില്ല. അതിന്റെ കണക്കാണ് ഞാൻ വായിച്ചത്. എന്റെ അനുസരിച്ചല്ല, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്യാമറയെ കാണിക്കുക അദ്ദേഹത്തിന്റെ കത്ത്. അത് ട്രേഡ് യൂണിയൻ നേതാക്കന്മാർക്ക് കൊടുത്താണ്, ചന്ദ്രശേഖരന് ഉൾപ്പെടെ. പിന്നെ അസംഘടിത മേഖലയെ പറ്റി രണ്ടുപേരും കരയുന്നു. ആ ട്രേഡ് യൂണിയൻ നേതാക്കളിൽ എന്തായാലും BMS ഉൾപ്പെടെയുള്ളവരുടെ കൈകളിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് അസംഘടിത മേഖലയെ പറ്റി ഇവർ കരയുന്നു. 2004 തൊട്ട് 2008 വരെയും ഇവർ ഒരുമിച്ച് ഭരിച്ചതാണ്. അന്നേരം എന്തുകൊണ്ട് അസംഘടിത മേഖലയുള്ളവർക്ക് ബോണസ് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയില്ല? രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഭരിച്ചതാണ്. അതായത് കമ്മ്യൂണിസത്തിന്റെ വലിയ ആൾക്കാര്, അങ്ങനെയുള്ള ആൾക്കാർ. അന്നേരം അവർ ചെയ്തത് 2G സ്പെക്ട്രവും അതുപോലെ തന്നെ കൽക്കരി കുംഭകോണം നടത്താൻ വേണ്ടി ആ സമയത്ത് നടന്നത്. എന്തുകൊണ്ട് ഇത് നടപ്പിലാക്കിയില്ല? ഇപ്പൊ ചന്ദ്രശേഖരൻ പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞായിരുന്നു 1000 രൂപയെന്ന്. പറയുന്നത് വേറെ, മോഡി നടപ്പിലാക്കും. മോഡി പറയുക മാത്രമല്ല, നടപ്പിലാക്കും. പിന്നെ മുമ്പേ പറഞ്ഞല്ലോ, ഈ കോർപ്പറേറ്റ് മേഖലയുടെ കാര്യം പറഞ്ഞില്ലേ, ഇത് BJPയുടെ നയമൊന്നുമല്ല ലിബറലൈസേഷൻ. നമ്മൾ ഒരു സ്റ്റെപ്പ്, ഒരു സാമ്പത്തിക ക്രമത്തിൽ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചാൽ 91 തൊട്ടുള്ള എന്തായാലും ചന്ദ്രശേഖരനിലേക്കും ഒപ്പം തന്നെ ആനിരാജയിലേക്കും വ്യക്തമായ മറുപടി കാണും. ഫക്രുദ്ദീനിലേക്കും ഒപ്പം ധർമ്മനിലേക്കും എത്താം. ശ്രീമതി ആനിരാജ, അവസാനമായി സമയക്കുറവുണ്ട്. എന്തായാലും ഇനി ചർച്ചകളിലേക്ക് ഭൂമി ഏറ്റെടുക്കൽ ബില്ല് പോലെ കാര്യങ്ങളെ ബോധ്യപ്പെട്ടുകൊണ്ട് ഒരു ചെറിയ തോതിലെങ്കിലും ഒരു തിരുത്തലിന് തയ്യാറാകും ഇക്കാര്യത്തിൽ മോഡി സർക്കാർ എന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? അതല്ല വഷളാവുകയാണ് കാര്യങ്ങളെങ്കിൽ ഏത് രീതിയിലായിരിക്കും തുടർ പ്രക്ഷോഭങ്ങൾ? രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ഇത് സംബന്ധിച്ച് പറയുവാനുള്ളത്. ഒന്ന്, നമുക്കറിയാം ഈ ഗവൺമെന്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ UPA ഗവൺമെന്റിന്റെ കാലത്ത്, അല്ലെങ്കിൽ 1990 മുതൽ നമ്മുടെ രാജ്യം സ്വീകരിച്ചു വരുന്ന നവ ഉദാരവൽക്കരണ നയം ഏറ്റവും ശക്തമായി പിന്തുടരുന്ന ഒരു ഗവൺമെന്റ് ആണ് ഈ ഗവൺമെന്റ് എന്നുള്ള കാര്യത്തിൽ BJPക്കും തർക്കമില്ല, ആർക്ക് ശ്രീ കുര്യനും തർക്കമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ അതുകൊണ്ട് തന്നെ കോർപ്പറേറ്റുകളെ സഹായിക്കുന്നതിന് അവർക്ക് അനുകൂലമായ നടപടികൾ സ്വീകരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയും ഭരണകൂടവുമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പ്രക്ഷോഭങ്ങൾ, ഈ സമരങ്ങൾ കുറച്ചു കാലം നീണ്ടുപോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്നാൽ ഇന്നത്തെ ഈ പൊതുപണിമുടക്കിനോട് തൊഴിലാളികളും പൊതുജനങ്ങളും മറ്റ് യുവജന വിദ്യാർത്ഥി വനിതാ പ്രസ്ഥാനങ്ങളൊക്കെ സ്വീകരിച്ച, അവർ രണ്ടു കൈയും നീട്ടി സ്വീകരിച്ച ഈ സമരത്തെ കണ്ടില്ലെന്ന് നടിക്കാൻ തീർച്ചയായിട്ടും മോഡി ഗവൺമെന്റിനാവില്ല. അതുകൊണ്ട് തന്നെ തൊഴിലാളി സംഘടനകളുമായി കൂടുതൽ ചർച്ചകൾ നടത്താൻ, ഈ വിഷയങ്ങൾക്ക് മേൽ, ഈ പറഞ്ഞിട്ടുള്ള 12 ആവശ്യങ്ങൾക്ക് മേൽ കൂടുതൽ ചർച്ചകൾ നടത്താൻ ഗവൺമെന്റ് തയ്യാറാകും, കുറച്ച് കഴിഞ്ഞിട്ടായാലും എന്ന് തന്നെയാണ്. എന്നാൽ അതുവരെ കൈയും കെട്ടി നോക്കിയിരിക്കില്ല ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോ അല്ലെങ്കിൽ ഈ 10 ട്രേഡ് യൂണിയനുകളും. തീർച്ചയായും BMSഉം
ഒരു സമര പന്ഥാവിലേക്ക് തന്നെ അവർ വരുമെന്നുള്ള കാര്യത്തിലും യാതൊരു സംശയമില്ല. കാരണം അവർ 6 മാസമാണ് അവർ ഈ ഗവൺമെന്റിന് കൊടുക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. 6 മാസത്തിനകം എന്തായാലും ഈ ഗവൺമെന്റ് ഈ ഡിമാൻഡുകളെല്ലാം അംഗീകരിച്ചുകൊണ്ട് ഈ രാജ്യത്തെ 94% വരുന്ന തൊഴിലാളികൾ, അസംഘടിത മേഖലയിൽ നിൽക്കുന്ന തൊഴിലാളികൾ, അവരെ സഹായിക്കാനുള്ള ഒരു സമീപനം സ്വീകരിക്കില്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായും സമരങ്ങൾ തുടരും. അത് ഗവൺമെന്റിന് ഈ ജനങ്ങളുടെ ഈ പ്രതികരണം തീർച്ചയായും പരിഗണനയ്ക്ക് എടുക്കേണ്ടി വരുമെന്ന് തന്നെയാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മടങ്ങിയെത്താം. ഫക്രുദ്ദീൻ, ഇവിടെ കൈകാര്യം ചെയ്യുന്ന രീതികൾ സംബന്ധിച്ച് മോഡിക്ക് ഒരു എന്തെങ്കിലും ഇപ്പോഴത്തെ സമീപകാലങ്ങളിൽ നടന്ന സമരങ്ങൾ, ഒരുപക്ഷെ ഭൂമി ഏറ്റെടുക്കൽ ബില്ല്, ഒട്ടേറെ മറ്റ് ഉദാഹരണങ്ങൾ എടുത്താൽ പ്രതിഷേധങ്ങളെ ഭയപ്പെടില്ല എന്ന്, കാരണം പാർലമെന്റിലെ ഭൂരിപക്ഷം സംബന്ധിച്ച് പാർലമെന്റിൽ എടുത്ത നിലപാടുകൾ, പല ബില്ലുകളുടെ കാര്യത്തിലൊക്കെ എടുത്ത നിലപാട് തുടരാൻ കഴിയില്ല എന്ന ഒരു ഉദാഹരണമാണ്, അല്ലെങ്കിൽ ഒരു ബോധ്യമെങ്കിലും നരേന്ദ്രമോദിക്ക് കൈവരുന്നുണ്ടോ? അതോ സകലം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതല്ലോ കോർപ്പറേറ്റുകളുടെ മറവിലേക്ക് പോകുമ്പോൾ അവസാനം ഒരു ഈ പറഞ്ഞതുപോലെ ഏറ്റവും ഒടുവിൽ കാര്യങ്ങൾ എത്തിച്ചതിന് ശേഷം ഒരു ചർച്ചകൾക്കൊക്കെ തന്നെ വഴിയിടുക, അതിനുശേഷം വീണ്ടും പഴയതുപോലെ ഭൂമി ഏറ്റെടുക്കൽ ബില്ല് സ്വീകരിച്ചതുപോലെ നടപടി എന്നാണോ? ശരിക്കും എന്താണ് ഒരു പക്ഷേ കാര്യങ്ങൾ കൈകാര്യം ചെയ്തതിൽ ചന്ദ്രശേഖരൻ സൂചിപ്പിച്ചതുപോലെ വേണ്ടുന്ന ചർച്ചകൾ, എടുക്കാമായിരുന്ന ചർച്ചകൾ സ്വീകരിക്കാതെ പോയതിന്റെ പിഴവാണോ? തൊഴിൽ നിയമങ്ങളുടെ കാര്യം അല്ലാതെ, അത് മാത്രമല്ലാതെ മൊത്തത്തിൽ പരിശോധിച്ചാൽ വിലക്കയറ്റം ഉൾപ്പെടെയുള്ള കാര്യം. ഇതിന്റെ 2 കാര്യങ്ങളാണ് മോഡിക്ക്. ഒന്ന്, ഗുജറാത്ത് അല്ല ഇന്ത്യ. ഗുജറാത്തിലെ നിയമനിർമ്മാണ സഭയിലെ ഇന്ത്യൻ പാർലമെന്റ് എന്ന് ചില സമയങ്ങളിലൊക്കെ മോഡി മറന്നു പോകുന്നുണ്ട്. ഗുജറാത്തിൽ അദ്ദേഹം ഒന്ന് തീരുമാനിക്കുന്നു, അത് നടപ്പിലാവുന്നു, അതായിരുന്നു. അതുപോലല്ല ലോക്സഭയിലെ ഇന്ത്യയിലെയും കാര്യം. ആ രീതിയിലുള്ള സിസ്റ്റം അദ്ദേഹം അവിടെ ഉണ്ടാക്കി വെച്ചു. രണ്ടാമത്തെ കാര്യം, പക്ഷെ ആ ശീലം അദ്ദേഹം മാറ്റി വരുന്നു. കൂടുതൽ ഇവിടെ കൺസൾട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം ലാൻഡ് ബില്ലായിട്ട് അവസാനം കൺസൾട്ട് ചെയ്യേണ്ടി വന്നല്ലോ, അത് മാറി വരുന്നു എന്നുള്ളത് നല്ല സൂചന. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഇതിപ്പോ ഇന്ത്യയിലാണെങ്കിൽ ലോകത്തെ ഏത് മുതലാളിത്ത രാജ്യങ്ങളെ ഈ തീരുമാനങ്ങളും എല്ലാം എടുക്കുന്ന ഒരു കിച്ചൺ ക്യാബിനറ്റാണ്, പല രീതിയിലുള്ള കിച്ചൺ ക്യാബിനറ്റ്. അത് കോർപ്പറേറ്റുകളും അംബാനിയും അദാനിയും ഉൾപ്പെടെയുള്ള അവര്, അതുപോലെ തന്നെ വേൾഡ് ബാങ്കിൽ നിന്നുള്ള ജഗദീഷ് ഭാഗവനൊക്കെ പോലെയുള്ള പ്രോ നിയോ ലിബറൽ ആയിട്ടുള്ള ഉദാരവൽക്കരണവാദികളായിട്ടുള്ള ചില എക്കണോമിസ്റ്റുകളും കൂടിയിട്ടാണ് ഈ തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത്. ആ നടപ്പിലാക്കണം തീരുമാനിക്കുന്നു. പിന്നെ വേണമെങ്കിലും ഒന്ന് കൺസൾട്ട് ചെയ്യാന്നുള്ള അപ്രോച്ചാണ്. പക്ഷേ അത് ഇന്ത്യയിൽ നടപ്പിലാകാൻ പോകുന്നില്ല. ലാൻഡ് ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് കണ്ട സമരവും അതിന്റെ വിജയം എല്ലാം തന്നെ അത് സൂചിപ്പിക്കുന്നത്. പക്ഷേ വേറൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പൊ ജോർജ് കുര്യൻ പറഞ്ഞ 1-2 കാര്യങ്ങൾ ഞാൻ ആനിരാജ ക്ലാരിഫൈ ചെയ്യുമെന്നാണ് വിചാരിച്ചത്. ഒന്ന്, കേരളത്തിലേക്ക് ഈ പറയുന്ന എന്താ പറയാ മൈഗ്രന്റ് ലേബേഴ്സ് ആയിട്ട് വരുന്നത് ബംഗാളീസ് മാത്രമല്ല, ബീഹാറുകളുണ്ട്, ഛത്തീസ്ഗഡുകാരുണ്ട്, മഹാരാഷ്ട്രക്കാരും എല്ലാം ഉണ്ട്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ബംഗാളികൾ പ്രത്യേക ഭാഷ ആയതുകൊണ്ട് അവരെ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും, ഛത്തീസ്ഗഡുകാരെ മറ്റേ അറിയാൻ പറ്റും. 2, ഗുജറാത്തിനെ കൂടി വെച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ സാമ്പത്തിക വളർച്ച അത് ഇന്ന് മാത്രമല്ല, ബ്രിട്ടീഷുകാർ നശിച്ച് മുടിച്ചു പോയൊരു പ്രദേശം. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല ഗുജറാത്തിന്റെ കാര്യം. ഗുജറാത്തിന്റെ കാര്യം നാട്ടുരാജ്യം കണ്ട അവർ സമ്പന്നരായിരുന്നു. പക്ഷെ ഈ ബ്രിട്ടീഷുകാരുടെ തലസ്ഥാനമായിരുന്നു കൽക്കത്ത. അവർ നശിച്ച് മുടിച്ചു പോയ സംസ്ഥാനമാണ് കോൺഗ്രസ്സുകാർ കിട്ടി. ആ കോൺഗ്രസ്സുകാരുടെ കാലത്ത് ഇതിനനുസരിച്ച് അത് തന്നെയാണ് ഇപ്പം CPM വന്ന സമയത്ത് അവർ ചെയ്തതെന്ന് വെച്ചാൽ വിദ്യാഭ്യാസ രംഗത്തെല്ലാം തന്നെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും ഗുജറാത്തിനെക്കാട്ടും ഭേദപ്പെട്ട രീതിയിൽ വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യ രംഗത്ത് ബംഗാളിന്റെ സ്ഥിതി. ഇത് കേന്ദ്രത്തെ ഹെൽത്ത് മിനിസ്ട്രി അതുപോലെ തന്നെ UNDP കണ്ടെത്തിയ കണക്കുകളാണ്. രണ്ടാമത് അവിടെ ഭൂപരിഷ്കരണം നടപ്പിലാക്കി. പക്ഷെ അവിടെ ഒരു വലിയ പ്രശ്നമെന്ന് വെച്ചാൽ പോപ്പുലേഷൻ ഡെൻസിറ്റി, ഒരു റൈസ് ബെൽറ്റ് എന്ന് പറഞ്ഞ മേഖല ഉണ്ടല്ലോ ഈ ഗംഗാ തീരത്തുള്ള, അവിടെ പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടുതലാണ്. അതുകൊണ്ടാണ് ആളുകൾ ജോലി അന്വേഷിച്ച് മറ്റ് സ്ഥലങ്ങളിൽ പോകും. ഗുജറാത്തിൽ അത്രത്തോളം പോപ്പുലേഷൻ ഡെൻസിറ്റി ഇല്ല. മാത്രമല്ല, ഇന്ത്യയിൽ നിന്ന് പുറത്തേക്കുള്ള ഹ്യൂമൻ ട്രാഫിക്കിംഗ് ഉണ്ടല്ലോ, അതിൽ ഏറ്റവും കൂടുതൽ ഇരകളാക്കപ്പെടുന്ന ഒരു വിഭാഗം ഗുജറാത്തികൾ കൂടിയാണ്. ഈ യാഥാർത്ഥ്യം. പിന്നെ 2 ടെൻഡുൽക്കർ റിപ്പോർട്ടിന്റെ കാര്യം CPM CPI ഉൾപ്പെടെയുള്ള ഇന്ത്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എല്ലാം തള്ളിക്കളഞ്ഞാണ്. കാരണം വിരോധാഭാസമാണ് റിപ്പോർട്ട്. 5000 രൂപയാണ് നമ്മൾ എങ്ങനെ ഡൽഹിയിൽ ജീവിക്കുക, 4000 രൂപയാണ് എങ്ങനെ കേരളത്തിൽ ജീവിക്കുക, പറ്റില്ല. അപ്പോൾ ആ റിപ്പോർട്ടിനെ ഉയർത്തി കാണിച്ച് ഇതിനെ ന്യായീകരിക്കാൻ പറ്റില്ല. അത് റിപ്പോർട്ട് പോലും തിരുത്തണമെന്നാണ് നമ്മൾ പറയുന്നത്. അത് നിയോ ലിബറൽ അജണ്ടയ്ക്ക് അനുസൃതമായി കോൺഗ്രസും BJPയും ചെരുപ്പിനനുസരിച്ച് കാലുവെട്ടുന്ന ഒരു നയ സമീപനമാണ്. പക്ഷേ ഇവിടെ അന്ധമായ കോർപ്പറേറ്റ് അഭിനിവേശം, അഭിനിവേശമാണ്. അത് ചെറിയ രാജ്യങ്ങളിലൊക്കെ, ചിലി പോലെയുള്ള ചെറിയ രാജ്യങ്ങളിൽ 1970-കളിൽ തന്നെ ഈ കോർപ്പറേറ്റ് അജണ്ട കൊണ്ടുവന്നാണ്. അവിടെ പരാജയപ്പെട്ടുകൊണ്ടാണ് ഇന്നവിടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അതിശക്തമായി തിരിച്ചു വരുന്നത്. അവിടെ നടപ്പിലായാലും ഇന്ത്യ പോലെ വലിയ രാജ്യത്ത് എങ്ങനെയാണ് നടപ്പിലാക്കുക? എന്താണ് അതിന്റെ ലോജിക്ക്? പറ്റി ഒരു കാര്യം പറയാനുണ്ട്. അത് വേണ്ടാന്ന് വെച്ചിട്ടില്ല. പക്ഷേ നടപ്പാക്കാവുന്ന സമര ഒരു വീണ്ടും വിചാരം ഉണ്ടായിട്ടുണ്ട്. ഓരോ സംസ്ഥാനങ്ങളും പാസ്സാക്കും. ഓരോ സംസ്ഥാനങ്ങളും പാസ്സാക്കിയില്ല എങ്കിൽ നമ്മൾ പുറകോട്ട് പോകും. അങ്ങേക്ക് ഉള്ളിൽ കേരളം പാസ്സാക്കിയില്ല എങ്കിൽ കേരളം കൂടി ആവശ്യപ്പെട്ടിട്ടാണ് അത് ഭേദഗതി ചെയ്യാൻ തുടങ്ങിയത്. ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടതാണ്. 24 സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടു. പക്ഷെ മോഡിയെ പിടിക്കാൻ വേണ്ടി ഈ രാജ്യസഭയുള്ളത് കൊണ്ട് അത് ഉപയോഗിച്ചതാണ്. മറ്റ് സംസ്ഥാനങ്ങളെല്ലാം പാസ്സാക്കും. കേരളം പാസ്സാക്കിയില്ലെങ്കിൽ എഴുതി വെച്ചോ, 10 വർഷത്തിനുള്ളിൽ കേരളം അനുഭവിക്കും.
കാരണം ഇപ്പൊ 34,000 കോടി രൂപ കൊടുത്തിട്ടുണ്ടല്ലോ. ആ അന്തരീക്ഷത്തിൽ കൂടെ റോഡ് പൊക്കോട്ടെന്ന് ജനം പറയും. കാരണം ജനങ്ങളോട് പറഞ്ഞിരിക്കുന്ന ഭൂമി ഏറ്റെടുക്കുന്ന പാവാന്നാ പറഞ്ഞിരിക്കുന്നത്. ഇനി അങ്ങോട്ട് ചെല്ല്. അതുപോലെ ഈ കോർപ്പറേറ്റിനെ പറ്റി ഒന്ന് പറയണം. ഞാൻ മടങ്ങിയെത്താം. ചന്ദ്രശേഖരന്റെ കൂടെ മറുപടി ഏജൻസി അവസാനമായി താങ്കൾക്ക് മറുപടി പറയാം. ചന്ദ്രശേഖരൻ, എന്തായാലും ആര്യരാജ് സൂചിപ്പിച്ചതുപോലെ ഇവിടെയൊന്നും തീരുന്നില്ല. തുടർ പ്രക്ഷോഭങ്ങളിലേക്ക് എന്തായാലും പോകും. അവിടെ BMS അടക്കമുള്ള കക്ഷികളെ, ട്രേഡ് യൂണിയനുകളെ ഒപ്പം ചേർത്തുകൊണ്ടായിരിക്കുമോ മുന്നോട്ട് പോക്ക്? എന്തായിരിക്കും മോഡി ഒരു വീണ്ടും വിചാരം? ഇവിടെ ജോർജ് കുര്യൻ സമ്മതിച്ചില്ലെങ്കിൽ കൂടിയും ഭൂമി ഏറ്റെടുക്കൽ ബില്ലിലെങ്കിലും ഒരു ചെറിയ തോതിലെങ്കിലും ഒരു തിരുത്തൽ രൂപപ്പെടുത്താനുള്ള സാഹചര്യത്തിലേക്ക് പോകുന്നു എന്ന ബോധ്യപ്പെടുത്തൽ എങ്കിലും BJP എടുത്തിട്ടുണ്ട്. അതൊക്കെ മുൻനിർത്തി എന്തായിരിക്കും ഒരു പക്ഷേ പ്രതീക്ഷ NDA സർക്കാരിൽ നിന്നും ഇക്കാര്യത്തിൽ? അതല്ല മറിച്ചാണെങ്കിൽ ഏത് രീതിയിലുള്ള ഒരു സമരമായിരിക്കും നിങ്ങൾ രൂപപ്പെടുത്താൻ പോവുക? നമ്മൾ വളരെ വീണ്ടും വിചാരത്തോടു കൂടിയുള്ള ഒരു ദീർഘമായ പണിമുടക്ക് സമരം അടക്കമുള്ള ശക്തമായ തൊഴിലാളി പ്രക്ഷോഭത്തെ കൂടി മനസ്സിൽ കണ്ടുകൊണ്ടാണ് ട്രേഡ് യൂണിയനുകൾ ഈ നിലപാടെടുത്തിട്ടുള്ളത്. ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ഓർക്കേണ്ടതുണ്ട്. UPA ഗവൺമെന്റ് സമയത്ത് തന്നെ INTUC നിലപാട് കൈക്കൊണ്ടതാണ്. ഗവൺമെന്റിൽ ആര് വരുന്നു എന്ന് നോക്കിയല്ല ജോർജ് കുര്യൻ കാണുന്നത് പോലെയല്ല ഞങ്ങൾ ഇതിനെ കാണുന്നത്. BMS കാണുന്നത് പോലെയല്ല ജോർജ് കുര്യൻ കാണുന്നത്. നമ്മുടെ രണ്ടാം തൊഴിൽകാര്യ കമ്മീഷൻ, ശ്രീ രവീന്ദ്ര വർമ്മയുടെ നേതൃത്വത്തിലുള്ള തൊഴിൽകാര്യ കമ്മീഷൻ തന്നെ തൊഴിലാളി നിയമങ്ങൾക്ക് ഒരു ഭേദഗതികളൊക്കെ നിർദ്ദേശിച്ചു. ഞാൻ അതിലൊന്നും പോകുന്നില്ല. തൊഴിലാളി സംരക്ഷണ നിയമങ്ങൾ എന്ന് പറയുന്നതിനകത്ത് ഒരു മാറ്റം ആവശ്യമാണ് എന്ന് വന്നാൽ അത് ചർച്ച ചെയ്യണോ വേണ്ട എന്നുള്ളൊരു ബേസിക് ഇഷ്യൂ ആണ് ഞാൻ ചോദിക്കുന്നത്. ഒന്ന്. രണ്ട്, അധികാരത്തിൽ ഭൂരിപക്ഷം കിട്ടി എന്നുള്ളത് കൊണ്ട് നരേന്ദ്രമോദി ആദ്യം തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞതും ഇപ്പോൾ നടപ്പാക്കുന്ന നയപരിപാടികളും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും അദ്ദേഹം ഞങ്ങളെ ചായ സൽക്കാരത്തിന് വിളിച്ചപ്പോൾ പറഞ്ഞ വാക്കുകളും ഇതിനെ തുടർന്നുണ്ടാകുന്ന മാറ്റങ്ങളുമൊക്കെ നല്ലതുപോലെ ഒബ്സർവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഈ രാജ്യത്ത് എല്ലാം പോസിറ്റീവായി നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ജോർജ് കുര്യൻ കാണുന്ന പോലെ കേവലം രാഷ്ട്രീയമല്ല ഞാനിതിൽ കാണുന്നത്. ഇത് രാജ്യത്തിന്റെ പുരോഗതി ഉണ്ടാക്കാൻ ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ചിന്താഗതികൾക്കനുസരിച്ച് മാത്രം കൊണ്ടുപോകുന്നു എന്നുള്ള ദുർബലമായ ഒരു സാഹചര്യമാണ് ഇവിടെ നിൽക്കുന്നത്. ഏതായാലും പുലർച്ചിന്ത വരുത്തിയില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് പോകും, സമരങ്ങളിലേക്ക് പോകേണ്ടി വരും. ശക്തമായ സമരങ്ങളിലേക്ക്. വളരെ നന്ദി. എന്തായിരിക്കും കേരളത്തിലെ സാഹചര്യങ്ങൾ? ഒരുപക്ഷെ കേരളത്തിൽ ഏത് രീതിയിലായിരിക്കും ഇതിന്റെ പ്രതിഫലനങ്ങൾ? അഖിലേന്ത്യാ തലത്തിൽ ഒരുപക്ഷെ ബംഗാള്, ത്രിപുര, കേരളം, നിങ്ങൾക്ക് അവകാശപ്പെടാൻ കഴിയുന്ന സ്റ്റേറ്റുകളിൽ ഉൾപ്പെടെയുള്ള കേരളത്തിന്റെ തീഷ്ണത എത്രത്തോളമായിരിക്കും? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കർഷകരെ ഏറ്റവും കൂടുതൽ ബാധിക്കും. അതുപോലെ മോട്ടോർ മേഖല കേരളത്തിലെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു രീതിയിലോട്ടാണ് പോകുന്നത്. അങ്ങനെ പറഞ്ഞാൽ കേരളത്തിലെ മുഴുവൻ തൊഴിലാളി സംഘടനകളും ഒറ്റക്കെട്ടായിട്ട് ഈ സമരമുഖത്തിന് അതിശക്തമായ രീതിയിൽ പ്രതികരിക്കും എന്നുള്ളത്. BMS നോക്കിയോ 3 മാസത്തിനുള്ളിൽ അവരും തിരിച്ചു വരും. ശ്രീ ജോർജ് കുര്യൻ, സമഗ്രമായി പറഞ്ഞാൽ ഒരു വീണ്ടും വിചാരം ഇവിടെ ഭൂമി ഏറ്റെടുക്കൽ ബില്ല് താങ്കൾ ഉള്ളുകൊണ്ട് താങ്കൾക്കറിയാം അതിന്റെ എത്രത്തോളം അതിന്റെ പ്രതിഷേധങ്ങൾ ഉയർന്നു. അതുകൊണ്ടാണെന്ന് താങ്കൾക്കും അറിയാം ഒരു ഭേദഗതിയിലെങ്കിലും മാറ്റിവെക്കാനുള്ള ഒരു തീരുമാനമെടുത്തത്. ഏത് രീതിയിലായിരിക്കും ഒരു പക്ഷേ ഇതിന്റെ എൻഡിങ് അല്ലെ ക്ലൈമാക്സ് എങ്ങനെയായിരിക്കും? പാർലമെന്റിൽ വരുമ്പോൾ എന്തായിരിക്കും സമീപനം? ഞാൻ പറയുന്നത് ഇപ്പൊ ലോകത്തെ ഒന്നാമത്തെ സാമ്പത്തിക ശക്തിയാകാനുള്ള അവസരമാണ്. അതിന് ഫാക്ടറികൾ വേണം, സ്ഥാപനങ്ങൾ വേണം, എല്ലാം വേണം. കാരണം ഞാൻ പറയാം, ഈ ചിന്താക്കുഴപ്പം ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാർക്ക് പറ്റിയത്, കമ്മ്യൂണിസ്റ്റുകാരുടെ ആശയം ഞാൻ അംഗീകരിക്കുന്നു. കാരണം ഒരു ചിന്താക്കുഴപ്പം, ഈ വാജ്പേയി ഹോട്ടൽ വിട്ടെന്ന് പറഞ്ഞുകൊണ്ട് ബഹളം വെച്ചു. വാജ്പേയി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഗ്രേറ്റ് ഈസ്റ്റേൺ ഹോട്ടൽ, ഫക്രുദ്ദീൻ അറിയാം, കൽക്കട്ടയിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോട്ടൽ 244 ഹോട്ടലുകൾ വിറ്റു. അതുപോലെ ടാറ്റയെ വിളിച്ചുകൊണ്ട് പോയി. പരാജയപ്പെട്ടവൻ ടാറ്റ പോയി കഴിഞ്ഞവൻ ടാറ്റ വീണ്ടും കോർപ്പറേറ്റ് ആയി. പക്ഷെ കമ്മ്യൂണിസ്റ്റുകാർ അവരുടെ ആശയത്തിൽ നിന്നിരുന്നെങ്കിൽ ഈ അവസ്ഥ വരില്ലായിരുന്നു. ഞങ്ങൾ ഇപ്പോഴും ലിബറലൈസേഷൻ ഉണ്ടെങ്കിലും ഞങ്ങളുടെ ആശയത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പരാജയമില്ല. ഗുജറാത്തിലും ഇല്ല, അല്ലല്ല ഞാൻ പറഞ്ഞത്, ഞങ്ങളുടെ സംസ്ഥാനങ്ങളിൽ പരാജയമില്ല. ഈ ബില്ല് ഞങ്ങളുടെ സംസ്ഥാനങ്ങളിലെല്ലാം പാസ്സാക്കും. കാരണം അവിടെ ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കും. അവരെ ഞങ്ങൾ ഒരിക്കലും തൊഴിലില്ലാത്തവരാക്കില്ല. അങ്ങനെ തൊഴിൽ കൊടുത്തിട്ട് ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് തീർച്ചയായിട്ടും. ഫ്രാൻസിസ് ബുക്കോയാമ അതായത് റീസെന്റ് ബുക്ക് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താത്ത കാലഘട്ടത്തോളം ഈ രീതിയിലുള്ള റിഫോംസ് കൊണ്ടുപോയിട്ട് കാര്യമില്ല. അയാളാണെങ്കിൽ നിയോ ലിബറലിസ്റ്റ് ആണ്. അത് നമ്മൾ ആദ്യം ചർച്ചയിൽ പങ്കെടുത്ത ജോർജ് കുര്യൻ, ഒപ്പം തന്നെ ഫക്രുദ്ദീൻ അലി, ആനി രാജ, INTUC അധ്യക്ഷൻ ചന്ദ്രശേഖരൻ, കപടിയാർ ധർമ്മൻ ചർച്ചയിൽ പങ്കെടുത്ത് നന്ദി അറിയിക്കുന്നു. ട്രേഡ് യൂണിയനുകൾ നടത്തിയ സമരം കേന്ദ്ര സർക്കാരിന്റെ നയവൈകല്യങ്ങൾക്കെതിരെ, തൊഴിലാളി മേഖലയിലെ നയങ്ങൾക്കെതിരെയാണ് സമരം നടത്തുന്നത്.
ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും ഇതേ സമയം